निदांश हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांता राधा कांता नमस्तुते तप्त कांचन गौरांगी श्रीराधे वृंदावनेश्वरी ऋषभानुसुते देवी प्रणमामि हरिप्रिय वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः पञ्चतत्त्वात्मकं कृष्णं भक्तरूपासुरूपकं भक्तावतारं भक्ताख्यां नमामि भक्तशक्ति नित्यानन्दमहं नौमि सर्वानन्दकरं वरं हरिनामकृतं देवम् अवधूतशिरोमणि नमो महावदिन्याय कृष्णप्रेमप्रदाय दे कृष्णाय कृष्णचैतन्य नाम्ने गौरतिषे नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निधि नामिने नमस्ते सारस्वती देवी गौरवाणि प्रचारिणे विशेषशून्यवादी पाश्चात्यदेशधारिणे जय श्रीकृष्णा चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालि कृष्णाय कृष्ण भक्ताय दत्ताय श्री प्रभुपाद की जय गुरुराज की जय निताय गौर प्रेमानंद हरे बोल हरे कृष्ण मदेक बंधु मत्संगिन मद्गुरो मन्महादना मन्निष्ठारगमद्भाग्या मदानंदा नमस्तुते ഗ്രന്ഥരായ ശ്രീമദ് ഭാഗവതം की जय ശ്രീമദ് ഭാഗവതം 11ാം സ്കന്ധം 5ാം അധ്യായം ശ്ലോകം 32 ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെ കുറിച്ച് വർണ്ണിക്കുന്നതാണ് ഈ ശ്ലോകം. ഓക്കെ, ഓൾറെഡി ചൈതന്യ ചരിതാമൃതം റീഡിംഗ് ക്ലാസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെ കുറിച്ചിട്ട് സൺഡേ ദിവസങ്ങളിലൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചൈതന്യ ചരിതാമൃതത്തിലേക്ക് പിന്നീട് പോയില്ല. അപ്പോൾ ഇതേ ശ്ലോകം ചൈതന്യ ചരിതാമൃതത്തിലൊക്കെ വിവരിക്കുന്നുണ്ട്. നമുക്ക് എന്നാലും ഈ ശ്രീമദ് ഭാഗത്തുള്ള ഈ ശ്ലോകം നോക്കാം. അപ്പൊ ഇന്ന് സന്ധ്യ വരെ ചന്ദ്രോദയം വരെ ഫാസ്റ്റിംഗ് ആണ്. സന്ധ്യ വരെ കേട്ടോ, 7 മണി വരെയൊക്കെ ഫാസ്റ്റിംഗ്. അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അമ്പലത്തിലെ അഭിഷേകവും കാര്യങ്ങളൊക്കെ 7 മണിക്ക് ശേഷം 7 മണി മുതൽ അങ്ങോട്ടേക്ക് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഓൺലൈനിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ ശ്ലോകം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണവർണം തിഷാ കൃഷ്ണം സാംഗൂപാംഗാസ്ത്രപാർഷദം യജ്ഞേ സങ്കീർത്തനൈപ്രായേ യജന്തി സുമേധസഃ കൃഷ്ണവർണം തിഷാ ആകൃഷ്ണം സാംഗൂപാംഗാസ്ത്രപാർഷദം യജ്ഞേ സങ്കീർത്തനപ്രായേ യജന്തി സുമേധസഃ. ഇപ്പോ ഭഗവാന്റെ അവതാരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. കൃഷ്ണൻ തന്നെയാണാല് തിഷ ഇത് ആ കൃഷ്ണൻ എന്നാണ് ഇവിടെ വേർഡ് മീനിങ്ങിൽ നമുക്ക് കാണാം. ആ കൃഷ്ണം കറുപ്പല്ലാത്ത സ്വർണ്ണ നിറം അല്ലെ. ഭഗവാന്റെ നിറം മേഘശ്യാമള കോമള അല്ലെ, കർമ്മേഘത്തിന്റെ കളറാണ്. എന്നാൽ ഇവിടെ സ്വർണ്ണ നിറത്തിലാണ് ഗൗരംഗ മഹാപ്രഭു അവതരിച്ചിട്ടുള്ളതിനെ കുറിച്ചിട്ട് വിവരിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പ്രാവശ്യം ശ്ലോകം ചൊല്ലിയിട്ട് പിന്നീട് ഒരാളായിട്ട് ചൊല്ലിക്കൊള്ളു വേഗത്തിൽ. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണവർണം ദിശാ കൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം സങ്കീർത്തനപ്രായൈ യജന്തി സുമേധസഃ. ഹരേ കൃഷ്ണ. ഒരാളായിട്ട് ചൊല്ലിക്കൊള്ളു. അംബിക കേശവി ദേവിദാസ് ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണവർണം ദിശാ കൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തനപ്രായേ യജന്തി സുമേധസഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. മാലതി ശ്യാമ ദേവിദാസ് മാതാജി.
ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണവർണം തുഷാകൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായർയജന്തി സുമേധസഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. രമണി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണവർണം കൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായൈർയജന്തി സുമേധസഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വിദ്യനാണ് മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണവർണം ദിശാകൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായർയജന്തി സുമേധസഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. രാമേന്ദ്ര പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണവർണം ദിശാകൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായൈർയജന്തി സുമേധസഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ, പങ്കജാക്ഷി മാതാജി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. പ്രണാം ചെയ്യും. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണവർണം ദിശാകൃഷ്ണം സാംഗോപാംഗസ്ത്രപാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായേരജന്തി സുമേധസഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നിർമ്മല മാതാജി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണവർണം കൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായരജന്തി സുമേധസഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പത്മകുമാരി മാതാജി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണവർണം കൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായർയജന്തി സുമേധസഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രംഗമണി മാതാജി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണവർണം കൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായൈർയജന്തി സുമേധസഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വസന്ത മാതാജി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലു. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണവർണം കൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായൈർയജന്തി സുമേധസഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സ്വർണ്ണപ്രഭ മാതാജി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണവർണം കൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായൈർയജന്തി സുമേധസഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സിന്ധുസിക്ക മാതാജി ചൊല്ലിക്കോ. കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണവർണം കൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായൈർയജന്തി സുമേധസഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സീതാരാമൻ മാതാജി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണവർണം കൃഷ്ണം സങ്കോപാംഗസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായൈർയജന്തി സുമേധസഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വിജയേശ്വരി മാതാജി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. പ്രഭുജി അത് കുറച്ച് ഉയർത്താൻ പറ്റുമോ പ്രഭുജി? കാണുന്നില്ല സ്ക്രീന്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണവർണം കൃഷ്ണം സങ്കോപാംഗസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായൈർയജന്തി സുമേധന. ഹരേ കൃഷ്ണ. സുമേധസ. അത് ഏറ്റവും അടിയിലത്തെ പേജിന്റെ ഏറ്റവും അടിയിലെ ഭാഗമാണ്, അതുകൊണ്ടാണ്. അതെ അതെ, ആയിക്കോട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ.
कृष्णवर्णं यदा कृष्णवर्णं तिषा कृष्णं साङ्गोपास्ताङ्गपार्षदं यज्ञे सङ्कीर्तनप्राये यजन्ति हि सुमेधसः। हरे कृष्ण प्रभुजी। हरे कृष्ण। शोभा विजय माता जी हरे कृष्ण। हरे कृष्ण प्रभु जी। ओम नमो भगवते वासुदेवाय। कृष्णं वर्णं तुषा कृष्णं सांगोपांगास्त्र भाषदं यज्ञे संकीर्तन प्राये यजन्ति सुमेधसा। हरे कृष्ण प्रभु जी। हरे कृष्ण। वत्सलशा जी माता जी चलिए। हरे कृष्ण। हरे कृष्ण प्रभु जी। चलिए। ओम नमो भगवते वासुदेवाय। कृष्णवर्णं तुषा कृष्णं सांगोपाङ्गास्त्रपार्षदं यज्ञै संकीर्तन प्रायैर् यजन्ति हि सुमेधसः। हरे कृष्ण प्रभु जी। हरे कृष्ण। सावित्री बेशरी देवदास माता जी चलिए। हरे कृष्ण प्रभु जी। प्रणाम हरे प्रभु जी। कृष्ण। प्रणाम। ओम नमो भगवते वासुदेवाय। कृष्णवर्णं तुषा कृष्णं साङ्गोपाङ्गस्त्रपार्षदं यज्ञै संकीर्तन प्रायैर्यजन्ति हि सुमेधसः। हरे कृष्ण प्रभु जी। हरे कृष्ण। शारदा जी नंबर माता जी चलिए। हरे कृष्ण। अनम्यूट ചെയ്തോളൂ। हरे कृष्ण। चलिए माता जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। कृष्णवर्णं तिषा कृष्णं साङ्गोपाङ्गास्त्रपार्षदं यज्ञै सङ्कीर्तनप्रायैर्यजन्ति हि सुमेधसा। हरे कृष्ण। हरे कृष्ण। अनिता कुमारी माता जी चलिए। हरे कृष्ण। वत्सला माता जी चलिए। हरे कृष्ण। हरे कृष्ण। गीतासी माता जी हरे चलिए। कृष्णा प्रभु जी। गीतासी माता जी चलिए। हरे कृष्ण। हरे कृष्ण प्रभु जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। कृष्णवर्णं त्रिषा कृष्णं साङ्गोपाङ्गास्त्रपार्षदं यज्ञै सङ्कीर्तनप्रायै यजन्ति हि सुमेधसा। हरे कृष्ण प्रभु जी। हरे कृष्ण। वत्सला माता जी चलिए। हरे कृष्ण। ओके श्रीरंजनी माता जी चलिए। हरे कृष्ण। कृष्ण। ओम नमो भगवते वासुदेवाय। कृष्णवर्णं तुषा कृष्णं साङ्गोपाङ्गास्त्रपार्षदं यज्ञै सङ्कीर्तनप्रायैर्यजन्ति हि सुमेधसा। ओम दत्सदिति। हरे कृष्ण। गीता टी माता। हरे कृष्ण। गीता टी माता जी चलिए। हरे कृष्ण प्रभु जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। कृष्णवर्णं त्रिषा कृष्णं साङ्गोपाङ्गास्त्रपार्षदं यज्ञै सङ्कीर्तन प्रायैर्यजन्ति हि सुमेधसः। हरे कृष्ण प्रभु जी। हरे कृष्ण। ओके वत्सला माता जी चलिए। माता जी हरे कृष्ण। हरे कृष्णा प्रभु जी। ओम नमो भगवते वासुदेवाय। कृष्णवर्णं तुषा कृष्णं साङ्गोपाङ्गास्त्रपार्षदं यज्ञै सङ्कीर्तन प्रायैर्यजन्ति हि सुमेधसा। ഇത് മ്യൂട്ട് എടുക്കാൻ പറ്റാഞ്ഞിട്ടാണ് പ്രഭുജി. ഹരേ കൃഷ്ണ. हरे कृष्ण। ഹരേ കൃഷ്ണ. हरे ഓം कृष्ण। നമോ नेटवर्क प्रश्न अनिता कुमारी माता जी चलिए। अनिता कुमारी माता जी चलिए। हरे कृष्ण। हरे कृष्ण। ओके श्रीजय विजय माता जी चलिए। हरे कृष्ण। हरे कृष्ण प्रभु जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय।
कृष्णवर्णं तिषा कृष्णं साङ्गोपाङ्गास्त्रपार्षदं यज्ञैः सङ्कीर्तनप्रायै यजन्ति हि सुमेधसः. हरे कृष्ण प्रभु. हरे कृष्ण. അനന്തകുമാരി മാതാജി ചൊല്ലുന്നുണ്ട്, ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി നേരത്തെ അൺമ്യൂട്ട് ആകുന്നുണ്ടെന്ന് ചൊല്ലുന്നതും കേൾക്കുന്നില്ല ഇവിടെ. അതുണ്ട്. ഓക്കെ, ചൊല്ലുന്നുണ്ടോ മാതാജി? ഹരേ കൃഷ്ണ. ഓക്കെ, നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു മാതാജിക്ക്. ഓക്കെ, നമുക്കിതിന്റെ കൃഷ്ണവർണം, കൃഷ്ണ എന്നീ അക്ഷരങ്ങളുടെ ആവർത്തനം. തിഷ ഒരു തേജസ്സോട് കൂടിയ, അകൃഷ്ണം കറുപ്പല്ലാത്ത അഥവാ സ്വർണ്ണ നിറം, സ അംഗ സഹചാരികളോടുകൂടി, ഉപ അംഗ സേവകന്മാർ, അസ്ത്ര ആയുധങ്ങൾ, പാർഷദം വിശ്വസ്തരായ സഖാക്കൾ, യജ്ഞഹി യജ്ഞത്താൽ, സങ്കീർത്തനപ്രായഹേ മുഖ്യമായും സമൂഹ കീർത്തനം ഉൾപ്പെട്ട, യജന്തി അവർ ആരാധിക്കുന്നു, ഹി തീർച്ചയായും, സുമേധസഹ ബുദ്ധിമാന്മാർ. പ്രവർത്തനം ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിച്ചു. കലിയുഗത്തിൽ സുബുദ്ധിയുള്ളവർ നിരന്തരം കൃഷ്ണനാമങ്ങൾ ആലാപനം ചെയ്യുന്ന ഭഗവാന്റെ അവതാരത്തെ ആരാധിക്കുന്നതിന് സങ്കീർത്തനങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തിന്റെ വർണ്ണം കറുപ്പല്ലെങ്കിലും അദ്ദേഹം കൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹം തന്റെ സഹചരന്മാരാലും സേവകന്മാരാലും ആയുധങ്ങളാലും വിശ്വസ്തരായ സഖാക്കളാലും അകമ്പടി സേവിക്കപ്പെടുന്നു. ആണ് ഭഗവാൻ തന്നെ അവതരിച്ചിട്ടുള്ളതാണ്. എന്താണ് ചെയ്യുന്നത്? കൃഷ്ണന്റെ നാമങ്ങൾ നിരന്തരം ആലാപനം ചെയ്യുന്ന ഭഗവാന്റെ അവതാരത്തെ ആരാധിക്കുന്നു. വേറെ അവതാരങ്ങളൊന്നും അങ്ങനെ ഭഗവാൻ തന്നെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടുള്ള അവതാരങ്ങൾ. എന്നാൽ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഭക്തന്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നു, ശ്രീ ചൈതന്യ മഹാപ്രഭു. അല്ലെ, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോ ഭഗവാൻ അവതരിക്കുമ്പോൾ ഭഗവാന്റെ പാർഷദന്മാരായിട്ട് ആ ലീലകളിലൂടെ നിത്യലീലയുള്ളവർ തന്നെ വരും. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു നിത്യാനന്ദ പ്രഭു, ബലരാമൻ തന്നെ നിത്യാനന്ദ പ്രഭുവായിട്ട് വന്നതും, അദ്വൈതാചാര്യർ ഗദാധര പണ്ഡിറ്റ്, ശ്രീമതി രാധാറാണി എന്ന ഗദാധര പണ്ഡിറ്റായിട്ട് അവതരിച്ചത്, ശ്രീവാസ് താക്കൂർ, നാരദമുനി. അല്ലെ, അപ്പൊ ഭഗവാൻ അവതാരങ്ങൾ എടുക്കുമ്പോൾ ഭഗവാന്റെ കൂടെ തന്നെ ഭഗവാന്റെ പാർഷദന്മാരായിട്ട് നിത്യലീലയുള്ളവരും വരും. ഓക്കെ, ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിച്ചു. ഇതേ ശ്ലോകം കൃഷ്ണദാസ് കവിരാജൻ ചൈതന്യ ചരിതാമൃതം ആദിലീല 3-ാം അധ്യായം 52-ാം ശ്ലോകമായി ഉദ്ധരിച്ചിട്ടുണ്ട്. ദിവ്യപൂജ എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ ഈ ശ്ലോകത്തിന് ഇപ്രകാരം വ്യാഖ്യാനം നൽകിയിരിക്കുന്നു. ഈ ശ്ലോകം ശ്രീമദ് ഭാഗവത്തിൽ നിന്നുള്ളതാണ്. 11:5-32. ശ്രീ ജീവഗോസ്വാമി ക്രമസന്ദർഭം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഭാഗവത വ്യാഖ്യാനത്തിൽ ഈ ശ്ലോകത്തിന് നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ കൃഷ്ണൻ സ്വർണവർണ്ണത്തിലും പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആ സുവർണ ഭഗവാൻ കൃഷ്ണൻ സുമേധസ്സുകളായ മനുഷ്യരാൽ ഈ യുഗത്തിൽ ആരാധിക്കപ്പെടുന്ന ചൈതന്യ മഹാപ്രഭുവാണ്. ഇത് ശ്രീമദ് ഭാഗവതത്തിൽ ഗർഗമുനിയാൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ കാർവർണ്ണനായിരുന്നെങ്കിലും അദ്ദേഹം മറ്റു 3 വർണ്ണങ്ങളിൽ കൂടി ചുവപ്പ്, വെളുപ്പ്, മഞ്ഞ പ്രത്യക്ഷപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തന്റെ ശുഭ്രവർണ്ണവും രക്തവർണ്ണവും യഥാക്രമം സത്യാത്രേതായുഗങ്ങളിൽ പ്രദർശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മറ്റൊരു നിറമായ പീതം അഥവാ സ്വർണവർണ്ണം ഗൗരഹരി എന്നറിയപ്പെടുന്ന ചൈതന്യ ഭഗവാനായി പ്രത്യക്ഷപ്പെടുന്നത് വരെ പ്രദർശിപ്പിച്ചിരുന്നില്ല. കൃഷ്ണവർണ്ണം എന്നാൽ ശ്രീകൃഷ്ണ ചൈതന്യൻ ആണ് അർത്ഥമെന്ന് ശ്രീ ജീവഗോസ്വാമി വിശദീകരിക്കുന്നു. കൃഷ്ണവർണ്ണവും കൃഷ്ണ ചൈതന്യനും തുല്യാർത്ഥകമാണ്. കൃഷ്ണൻ എന്ന നാമം ഭഗവാൻ കൃഷ്ണനൊപ്പവും ഭഗവാൻ ചൈതന്യ കൃഷ്ണനൊപ്പവും വരുന്നു. ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്ത കൃഷ്ണനായ ഭഗവാനാണ്. പക്ഷേ അദ്ദേഹം എല്ലായ്പ്പോഴും കൃഷ്ണനെ പറ്റി പറയുന്നതിൽ മുഴുകുകയും അപ്രകാരം തന്റെ നാമവും രൂപവും സ്മരിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ അതീന്ദ്രിയാനന്ദം ആസ്വദിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഉന്നതമായ തത്വം പ്രചാരം ചെയ്യുന്നതിന് ഭഗവാൻ കൃഷ്ണൻ സ്വയം ഭഗവാൻ ചൈതന്യനായി ആവിർഭവിക്കുന്നു.
വർണ്ണയതി എന്നാൽ ഉച്ചരിക്കുക അഥവാ വിവരിക്കുക എന്നാണ് അർത്ഥം. ചൈതന്യ ഭഗവാൻ എല്ലായ്പ്പോഴും കൃഷ്ണന്റെ ദിവ്യനാമം കീർത്തിക്കുകയും അതേക്കുറിച്ച് വിവരിക്കുകയും ചെയ്യുന്നു. അതുപോലെ അദ്ദേഹം സ്വയം കൃഷ്ണനായിരുന്നതിനാൽ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നവരെല്ലാം കൃഷ്ണന്റെ ദിവ്യനാമം ജപിക്കുകയും പിന്നീട് അതേക്കുറിച്ച് മറ്റുള്ളവരോട് വിവരിക്കുകയും ചെയ്തിരുന്നു. കീർത്തനം ചെയ്യുന്നവനെ അതീന്ദ്രിയ ആനന്ദത്തിൽ അലിയിക്കുന്ന അതീന്ദ്രിയമായ കൃഷ്ണാബോധം അദ്ദേഹം ഓരോരുത്തരിലും സന്നിവേശിപ്പിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം എല്ലാവർക്കും മുന്നിൽ കൃഷ്ണനായി പ്രത്യക്ഷപ്പെട്ടു. ഒന്നുകിൽ വ്യക്തിയായോ അല്ലെങ്കിൽ ശബ്ദമായോ ചൈതന്യ ഭഗവാനെ കാണുന്ന മാത്രയിൽ ഒരുവൻ കൃഷ്ണ ഭഗവാനെ സ്മരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ വിഷ്ണുദത്തമായി സ്വീകരിക്കാം. മറ്റു വാക്കുകളിൽ ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. സാങ്കോപാങ്കാസ്ത്ര പാർഷദം എന്ന വാക്കും ശ്രീ ചൈതന്യൻ കൃഷ്ണ ഭഗവാൻ തന്നെയാണെന്ന് കൂടുതൽ വെളിവാക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരം എല്ലായ്പ്പോഴും ചന്ദന ആഭരണങ്ങളാലും ചന്ദന കുഴമ്പിനാലും അലങ്കരിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ പരമോത്കൃഷ്ടമായ സൗന്ദര്യത്താൽ അദ്ദേഹം ഈ യുഗത്തിലെ എല്ലാ ജനങ്ങളെയും കീഴടക്കുന്നു. മറ്റ് അവതാരങ്ങളിൽ ഭഗവാൻ അസുരന്മാരെ പരാജയപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ചു. പക്ഷെ ഈ കലിയുഗത്തിൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു എന്ന സർവാകർഷണീയനായ രൂപത്തിൽ അവരെ പരാജയപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ സൗന്ദര്യമാണ് അസുരന്മാരെ കീഴടക്കുന്നുള്ള അദ്ദേഹത്തിന്റെ അസ്ത്രം അഥവാ ആയുധം എന്ന് ശ്രീ ജീവ ഗോസ്വാമി വിശദീകരിക്കുന്നു. അദ്ദേഹം സർവ്വ ആകർഷകനായിരുന്നതിനാൽ എല്ലാ ദേവന്മാരും അദ്ദേഹത്തോടൊപ്പം സഖാക്കളായി ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അസാധാരണവും സഹചരന്മാർ ഉത്കൃഷ്ടരുമായിരുന്നു. സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിച്ചപ്പോൾ അദ്ദേഹം ധാരാളം മഹാപണ്ഡിതന്മാരെയും ആചാര്യന്മാരെയും പ്രത്യേകിച്ചും ബംഗാളിലും ഒറീസയിലും ഉള്ളവരെ ആകർഷിച്ചു. ചൈതന്യ ഭഗവാൻ എല്ലായ്പ്പോഴും നിത്യാനന്ദൻ, അദ്വൈതൻ, ഗദാധരൻ, ശ്രീവാസൻ എന്നിവരെ പോലുള്ള അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠരായ സഹചരന്മാരാൽ അകമ്പടി സേവിക്കപ്പെട്ടു. യാഗങ്ങളോ ആചാര ചടങ്ങുകളോ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ലെന്ന് പ്രസ്താവിക്കുന്ന ഒരു ശ്ലോകം വൈദിക സാഹിത്യത്തിൽ നിന്നും ജീവഗോസ്വാമി എടുത്തു കാട്ടുന്നുണ്ട്. അത്തരം ബാഹ്യമായ ആഡംബര പ്രദർശനത്തിൽ മുഴുകുന്നതിന് പകരം ജാതി വർണ്ണ വർഗ ഭേദങ്ങളില്ലാത്ത എല്ലാ ജനങ്ങൾക്കും ചൈതന്യ ഭഗവാനെ ആരാധിക്കുന്നതിന് ഒത്തുചേരാനും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനും കഴിയുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കൃഷ്ണവർണം തിഷാ കൃഷ്ണം എന്നീ പദങ്ങൾ കൃഷ്ണൻ എന്ന നാമത്തിന് പ്രാമുഖ്യം നൽകണമെന്ന് ധ്വനിപ്പിക്കുന്നു. ചൈതന്യ മഹാപ്രഭു കൃഷ്ണാബോധം പഠിപ്പിക്കുകയും കൃഷ്ണന്റെ നാമം കീർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് ചൈതന്യ ഭഗവാനെ ആരാധിക്കുന്നതിന് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം സങ്കീർത്തനം ചെയ്യണം. പള്ളികളിലും ക്ഷേത്രങ്ങളിലും മസ്ജിദുകളിലുമുള്ള ആരാധന പ്രചരിപ്പിക്കുന്നത് സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾക്ക് അതിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ എവിടെയും എല്ലായിടത്തും ജനങ്ങൾക്ക് ഹരേ കൃഷ്ണ കീർത്തനം ചെയ്യാൻ കഴിയും. അപ്രകാരം ചൈതന്യ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ അവർക്ക് അത്യുന്നതമായ കർമ്മം അനുഷ്ഠിക്കുവാനും പരമോന്നതനായ ഭഗവാനെ സംതൃപ്തനാക്കുക എന്ന അത്യുന്നതമായ ധാർമ്മിക ലക്ഷ്യം നിറവേറ്റാനും സാധിക്കും. ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രശസ്തനായ ഒരു ശിഷ്യൻ ശ്രീല സാർവഭൗമ ഭട്ടാചാര്യർ ഇങ്ങനെ പറഞ്ഞു: ഭക്തിത സേവനത്തിന്റെ തത്വം നഷ്ടപ്പെട്ടപ്പോൾ ഭക്തി പ്രക്രിയയെ വീണ്ടും നൽകുന്നതിന് ശ്രീകൃഷ്ണ ചൈതന്യൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പരമദയാലുവായതിനാൽ കൃഷ്ണപ്രേമം വിതരണം ചെയ്യുന്നു. മൂളിപ്പാടുന്ന തേനീച്ചകൾ ഒരു താമര പുഷ്പത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ എല്ലാവരും അദ്ദേഹത്തിന്റെ പാദപത്മങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ആകർഷിക്കപ്പെടണം. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം മഹാഭാരതത്തിന്റെ 189 അധ്യായമായ ദാനധർമ്മ പർവത്തിൽ വരുന്ന ശ്രീ വിഷ്ണു സഹസ്രനാമത്തിലും പ്രതിപാദിക്കപ്പെട്ടു. ശ്രീ ജീവഗോസ്വാമി പരാമർശം ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു: സുവർണവർണോ ഹേമാങ്കോ വരാംഗന്ദനാംഗതി. അദ്ദേഹത്തിന്റെ ആദ്യ ലീലകളിൽ അദ്ദേഹം സ്വർണവർണ്ണത്തോടു കൂടിയ ഒരു ഗൃഹസ്ഥനായി കാണപ്പെട്ടു.
കാണപ്പെടുന്നു. അദ്ദേഹം സർവാംഗ സുന്ദരനാണ്. ചന്ദന ലേപനം ചെയ്ത അദ്ദേഹത്തിന്റെ ശരീരം ഉരുക്കിയ സ്വർണം പോലെ കാണപ്പെടുന്നു. അദ്ദേഹം ഇതും ഉദ്ധരിച്ചിട്ടുണ്ട്: സന്യാസകൃച്ഛമശാന്തോ നിഷ്ഠശാന്തി പരായണ. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ലീലകളിൽ അദ്ദേഹം സന്യാസക്രമം സ്വീകരിക്കുന്നു. അദ്ദേഹം സമചിത്തനും ശാന്തനുമാണ്. ശാന്തിയുടെയും ഭക്തിയുടെയും അത്യുന്നത ധാമമായ അദ്ദേഹം അഭ്യക്തിഗതികളായ അഭക്തരെ നിശബ്ദരാക്കുന്നു. ശ്രീലപ്രഭുപാദ് കീ ജയ്. അപ്പോ ഇവിടെ ശ്രീലപ്രഭുപാദരെ ഭാവാർത്ഥത്തില് മഹാഭാരതത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു അല്ലെ. പലർക്കും ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ തന്നെയാണെന്നുള്ളതിൽ പലർക്കും സംശയമുണ്ട് അല്ലെ. ധാരാളം ശാസ്ത്രങ്ങൾ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇവിടെ ശ്രീ ജീവഗോസ്വാമി, നമ്മുടെ ഗോസ്വാമിയിലെ പരമ്പരയിൽ അല്ലെ, നമ്മുടെ ആചാര്യ പരമ്പരയിൽ നിന്ന് ഷഡ്ഗോസ്വാമിമാരിൽ ജീവഗോസ്വാമി പറഞ്ഞിരിക്കുന്നു. ഇതാണ് മഹാഭാരതത്തില് അവിടെ വിഷ്ണു സഹസ്രനാമത്തില് ഈ കാര്യം വർണ്ണിച്ചിരിക്കുന്നുണ്ട്. സുവർണവർണ്ണ ഹേമാങ്കോ വരാംഗശന്തനാംഗതി സന്യാസ കൃച്ഛമശാന്തോ നിഷ്ഠശാന്തി പരായണ എന്ന്. സ്വർണവർണം അത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് അല്ലെ. അതുപോലെ തന്നെ ഭഗവാൻ വേറൊരു അവതാരവും സന്യാസ വേഷത്തില് സന്യാസ അവതാരമായിട്ട് വേറെ വന്നിട്ടില്ല. സന്യാസ രൂപത്തിൽ അല്ലെ അവതാരം എടുത്തിട്ടില്ല. ശ്രീ ചൈതന്യ മഹാപ്രഭു മാത്രം അല്ലെ. ഇതിനെ കുറിച്ച് ധാരാളം ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, മറ്റുള്ള പുരാണങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതിന്റെ തൊട്ടടുത്ത ശ്ലോകം കൂടി നമുക്കൊന്ന് വേഗത്തിൽ നോക്കിട്ട് പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ധ്യേയം സദാ പരിവഗ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചനം തം ശരണ്യം വൃത്യാതിഹം പ്രണതപാല ഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷദേ ചരണാരവിന്ദം. ധ്യേയം സദാ പരിഭവഗ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചനം തം ശരണ്യം വൃത്യാർത്തിഹം പ്രണതപാല ഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷദേ ചരണാരവിന്ദം. പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് മഹാപുരുഷനാകുന്നു. നിത്യമായ ഏകദേയ വസ്തുവായ അങ്ങയുടെ പാദങ്ങളെ ഞാൻ ആരാധിക്കുന്നു. ആ പാദങ്ങൾ ഭൗതിക ജീവിതത്തിന്റെ സംഭ്രമാവസ്ഥകൾ നശിപ്പിക്കുകയും പരിശുദ്ധമായ ഭഗവത് പ്രേമം നേടുകയെന്ന ആത്മാവിന്റെയും അത്യുന്നതമായ അഭീഷ്ടം നിറവേറ്റുകയും ചെയ്യും. അങ്ങയുടെ പാദാബ്ജങ്ങൾ എല്ലാ തീർത്ഥസ്ഥലങ്ങളുടെയും എല്ലാ വിശുദ്ധരായ പ്രാമാണികരുടെയും ആശ്രയവും ശിവനും ബ്രഹ്മാവും പോലുള്ള ഉത്കൃഷ്ട ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്നവയുമാണ്. അത്യന്തം കൃപാലുവായ അങ്ങ് ആദരപൂർവം അങ്ങയെ താണു നമിക്കുന്നവരെയെല്ലാം അവിടുന്ന് സംരക്ഷിക്കുകയും അപ്രകാരം അങ്ങയുടെ ഭൃത്യന്മാരുടെ എല്ലാ ദുഃഖങ്ങളും കാരുണ്യപൂർവ്വം ഇല്ലാതാക്കുകയും ചെയ്യും. അവസാനമായി അങ്ങയുടെ പാദപങ്കജങ്ങൾ വാസ്തവത്തിൽ ഭവസാഗരം തരണം ചെയ്യാൻ അനുയോജ്യമായ തോണിയാണ്. ആകയാൽ ബ്രഹ്മദേവനും മഹാദേവനും പോലും അങ്ങയുടെ പാദപങ്കജങ്ങളുടെ ശരണം തേടും. കലിയുഗത്തിലെ ബ്രഹ്മാവാണ് ഹരിദാസ് ഠാക്കൂറായിട്ട് വന്നിട്ടുള്ളത് അല്ലെ. നമ്മൾ നേരത്തെ പഠിക്കുന്നുണ്ടായി അല്ലെ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തനായിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സേവനങ്ങൾ ചെയ്തു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കൃഷ്ണാബോധം പ്രചരിപ്പിക്കുവാൻ, നാമം പ്രചരിപ്പിക്കുവാനായിട്ട് ഇവിടെ അവതരിച്ചിട്ടുള്ളത് നാമാചാര്യ ശ്രീ ഹരിദാസ് ഠാക്കൂറായിട്ട് ബ്രഹ്മ. അതുപോലെ മഹാദേവൻ മഹാവിഷ്ണുവിന്റെയും ശിവന്റെയും കൂടിയിട്ടുള്ള അവതാരമാണ് അദ്വൈതാചാര്യർ. രണ്ടുപേരും ചേർന്നിട്ടുള്ളതാണ്. മഹാദേവനും മഹാവിഷ്ണുവും ചേർന്നിട്ടുള്ള അവതാരമാണ് ശ്രീല അദ്വൈതാചാര്യർ അല്ലെ. ആ അദ്വൈതാചാര്യർ പ്രാർത്ഥിച്ചത് പ്രകാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിടെ അവതരിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ മായാപൂരിലൊക്കെ അവിടെ നവദ്വീപില് ജഗന്നാഥ ക്ഷേത്രമുണ്ട്. അവിടെ മഹാദേവനും പാർവതിയും ഭഗവാന്റെ നാമം ഗൗരംഗ 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 എന്ന് ജപിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. രാജ്പൂർ ജഗന്നാഥ് ഭഗവാൻ അവിടെ പോയാൽ അവിടെ കാണാം ഒരു വലിയൊരു ആൽമരവും. അവിടെ മഹാദേവൻ സദാസമയവും ഭഗവാന്റെ നാമം ഗൗരംഗ 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 ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ കേട്ടിട്ട് അവര് രാത്രിയിലൊക്കെ ഇങ്ങനെ ജപിക്കുന്നത് കേട്ടിട്ട് ആൾക്കാർ
പേടിച്ചിട്ട് അവിടെ എന്തോ പ്രേതമോ മറ്റെന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മറ്റുള്ള പണ്ഡിതന്മാരും അവരൊക്കെ വന്ന് നോക്കിയപ്പോഴാരാണ് അവിടെ മഹാദേവൻ തന്നെ ജപിക്കുന്നത്. നമുക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലയിലും അല്ലെ ഗോപേശ്വർ മഹാദേവനായിട്ട് ഭഗവാന് സേവനങ്ങൾ ചെയ്ത വൃന്ദാവനത്തിന്റെ കാവൽക്കാരൻ. അപ്പൊ ബ്രഹ്മാവും മഹാദേവനും എല്ലാവരും ഭഗവാനെ ആരാധിക്കുന്നു. അപ്പൊ അതേ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ശ്രീചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ ശ്രീചൈതന്യ മഹാപ്രഭുവിനെയും എല്ലാവരും ആരാധിക്കുന്നു. ഈ ശ്ലോകത്തിൽ പരമപുരുഷനായ ഭഗവാന്റെ കലിയുഗത്തിന്റെ അവതാരം വർണ്ണിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്തു. കരഭാജന മുനി മുൻ 3 യുഗങ്ങളിൽ സത്യ, ത്രേത, ദ്വാപര ഓരോന്നിലെയും അവതാരം വർണ്ണിച്ചതിനു ശേഷം ഓരോ പ്രത്യേക യുഗത്തിലും ഭഗവാനെ സ്തുതിക്കുവാൻ ഉപയോഗിക്കുന്ന അനുയോജ്യമായ പ്രാർത്ഥനകൾ അവതരിപ്പിക്കുകയും ചെയ്തു. കൃഷ്ണവർണം തിഷ ആ കൃഷ്ണം എന്ന ശ്ലോകത്താൽ ഭഗവാന്റെ കലിയുഗത്തിലെ അവതാരം വിസ്തരിച്ചതിനു ശേഷം ഈ ശ്ലോകവും അടുത്ത ശ്ലോകവും ഭഗവാന്റെ കലിയുഗത്തിലെ അവതാരമായ ചൈതന്യ മഹാപ്രഭുവിനെ കൃഷ്ണവർണം എന്ന് സ്തുതിക്കുന്നു. ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിൽ ആവിർഭവിക്കുകയും ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിൽ ആവിർഭവിക്കുകയും കൃഷ്ണന്റെ ദിവ്യനാമം കീർത്തിക്കുവാൻ എല്ലാവരെയും പഠിപ്പിക്കുകയും ചെയ്തു. ഇസ്കോൺ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ കൃഷ്ണവർണ്ണത്തിൽ അഥവാ കൃഷ്ണന്റെ ദിവ്യനാമങ്ങളുടെ കീർത്തനത്തിൽ അങ്ങേയറ്റം ആമഗ്നരാണ്. അതിനാൽ സാധാരണ വ്യക്തികൾ ചിലപ്പോൾ അവരെ കൃഷ്ണക്കാർ എന്ന് പരാമർശിക്കും അല്ലെ, പലപ്പോഴും പറയും കൃഷ്ണന്റെ ആൾക്കാർ. അപ്രകാരം ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനമായി ആരെല്ലാം സമ്പർക്കത്തിലായാലും അവരെല്ലാം തൽക്ഷണം കൃഷ്ണന്റെ ദിവ്യനാമങ്ങൾ കീർത്തനം ചെയ്ത് കൃഷ്ണനെ ആരാധിക്കുവാൻ ആരംഭിക്കുന്നു. ധ്യേയം സദാ അഥവാ എല്ലായ്പ്പോഴും ധ്യാനിക്കേണ്ടത് എന്ന വാക്കുകൾ ഈ യുഗത്തിൽ കൃഷ്ണന്റെ ദിവ്യനാമങ്ങൾ കീർത്തനം ചെയ്യുന്നതിന് കർശനമായ നിയമങ്ങളില്ലെന്ന് സൂചിപ്പിക്കുന്നു. കലിയുഗത്തിൽ ധ്യാനത്തിന്റെ ആധികാരികമായ പ്രക്രിയ ഭഗവാന്റെ ദിവ്യനാമങ്ങൾ കീർത്തിക്കുകയാണ്. വിശേഷിച്ചും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം. ഈ പ്രക്രിയ അനുസ്യൂതമായും എല്ലായ്പ്പോഴും നിർവഹിക്കപ്പെടണം. അതുപോലെ ശ്രീചൈതന്യ മഹാപ്രഭു പ്രസ്താവിച്ചു, നാം നാമകാരി ബഹുദാ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാലഹ. കലിയുഗത്തിൽ പരമോന്നതനായ ഭഗവാൻ ദയാപൂർവം അദ്ദേഹത്തിന്റെ എല്ലാ ശക്തികളും അദ്ദേഹത്തിന്റെ ദിവ്യനാമങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നു. അത്തരം നാമങ്ങൾ ജപിക്കുന്നതിന് കർശനമായ നിയമങ്ങളില്ല. നിയമങ്ങൾ എന്നാൽ കാലദേശ നിയമത്തെ അഥവാ സ്ഥലത്തിന്റെയും സമയത്തിന്റെയും നിയന്ത്രണങ്ങളെയാണ് പരാമർശിക്കുന്നത്. സാധാരണയായി ഒരു പ്രത്യേക വൈദിക ചടങ്ങ് നിർവഹിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രത്യേക മന്ത്രം ജപിക്കുന്നതിനോ സമയം, കാലാവസ്ഥ, സ്ഥലം, സാഹചര്യം തുടങ്ങിയ നിയന്ത്രണത്തിന് കർശനമായ ശാസനകളുണ്ട്. കൃഷ്ണന്റെ ദിവ്യനാമം ഒരുവൻ ഏതു സമയത്തും ദിവസം 24 മണിക്കൂറും ജപിക്കണം. അപ്രകാരം നാമജപത്തിന് സ്ഥലകാല നിയന്ത്രണങ്ങളുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്താവനയുടെ അർത്ഥം ഇതാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ്, അതിന് സമയവും സ്ഥലവും സാഹചര്യങ്ങളും ഒക്കെ നോക്കണം അല്ലെ, എന്നാലേ ഭഗവാന്റെ നാമം എവിടെ വെച്ചും ജപിക്കാമെന്ന് പറയും. ശ്രീ ചൈതന്യ മഹാപ്രഭു ബാത്റൂമിൽ പോയാൽ അവിടുന്നും ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ട്. അപ്പൊ അവിടെ അദ്ദേഹം ഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള ശിഷ്യനോട് പറയുന്നുണ്ട്, എനിക്ക് ബാത്റൂമിൽ പോയാലും ഭഗവാന്റെ നാമം ജപിക്കുവാൻ തോന്നുന്നു, നാമം ജപിക്കാതിരിക്കുവാൻ കഴിയും. അപ്പോൾ ഗോപാൽ പറഞ്ഞു, അതിനെന്താ, ബാത്റൂമിൽ ജപിക്കാം, ഭഗവാന്റെ നാമം അതീന്ദ്രിയമാണ് അല്ലെ, പരമപവിത്രമാണ് അല്ലെ. ഓ അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും അശുദ്ധമില്ല, എവിടെ വേണമെങ്കിലും ജപിക്കാമെന്നു. അപ്പോ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ, നീ എന്റെ ഗുരുവാണ്, ഗോപാൽ ഗുരു എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. ഹരിനാമാമൃതത്തിലും എല്ലാം പറഞ്ഞു അല്ലെ, ഹരിനാമ കീർത്തനത്തിലും പറഞ്ഞു, ഋതുവായ പെണ്ണിനും ഇരപ്പ് അല്ലെ, ഋതുവായ പെണ്ണിനും, അങ്ങനെയുള്ള ആ അശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ പോലും ഭഗവാന്റെ തിരുനാമം ജപിക്കാം. അപ്പോ ഭഗവാനും ഭഗവാന്റെ ദിവ്യനാമവും പരമപവിത്രമാണ്, അത് തമ്മില് വ്യത്യാസമില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ആർക്കും എപ്പോഴും എവിടെയും വേണമെങ്കിലും ജപിക്കാം. കലികാലേ നാമരൂപേ കൃഷ്ണ, കലികത്തിലെ ഭഗവാൻ നാമത്തിന്റെ രൂപത്തിലെ അവതരിച്ചു.
എന്ന പദം ഈ ശ്ലോകത്തിൽ അർത്ഥപൂർണ്ണമാണ്. കലിയുഗത്തിൽ മനുഷ്യ സമൂഹം അസൂയ മൂലം ദുഷിച്ചവരാണ്. ഈ യുഗത്തിൽ ഒരേ കുടുംബത്തിലുള്ളവർ പോലും അസൂയ മൂലം പരസ്പരം നിരന്തരം കലഹിക്കുന്നു. അതുപോലെ അന്തസ്സിന്റെയും സ്ഥാനമാനങ്ങളുടെയും പേരിൽ അയൽവാസികളും അന്യോന്യം അസൂയാലുക്കളാകുന്നു. അതുപോലെ ലോകരാഷ്ട്രങ്ങളും അസൂയയുടെയും ദേശത്തിന്റെയും അഗ്നിയാൽ ദഹിക്കുന്നു. ഭയാനകങ്ങളായ ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള കൂട്ടക്കുരുതിക്ക് ഇടയാക്കുന്ന അനാവശ്യ യുദ്ധങ്ങൾ പോലും ഇത് കാരണമാകുന്നു. ഇതൊക്കെ ശ്രീമദ് ഭാഗവതം പറയുന്നു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ? ലോകങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ അസൂയ ഉണ്ടാവുന്നു, ദേഷ്യമുണ്ടാകുന്നു, മറ്റുള്ളവരെ നശിപ്പിക്കുവാനായിട്ട് മാരകമായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ. ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള കൂട്ടക്കുരുതിക്ക് ഇടയാക്കുന്ന അനാവശ്യ യുദ്ധങ്ങൾ പോലും ഇത് കാരണമാകും. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദപങ്കജങ്ങളിൽ ശരണം തേടുന്നതിലൂടെ കുടുംബാംഗങ്ങൾ, അപരിചിതർ, സുഹൃത്തുക്കൾ എന്ന് പറയപ്പെടുന്ന അവിശ്വസ്തർ, എതിർക്കുന്ന രാജ്യങ്ങൾ, സാമ്പത്തിക മാത്സര്യങ്ങൾ, സാമൂഹിക മാനക്കേട്, അർബുദം തുടങ്ങിയവ മൂലമുണ്ടാകുന്ന എല്ലാ പീഡനങ്ങളിൽ നിന്നും മോചിതരാകാൻ കഴിയുന്നു. ഭൗതിക ശരീരത്തെ രക്ഷിക്കുക അസാധ്യമാണ്. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിനെ ആശ്രയം പ്രാപിക്കുന്ന ഒരുവൻ സ്ഥൂലമായ ശരീരത്തോട് അല്ലെങ്കിൽ സൂക്ഷ്മമായ മനസ്സിനോട് അവനെ താതാമ്യപ്പെടുത്തുന്ന മതിഭ്രവുമായി അവനെ ബന്ധിക്കുന്ന ഹൃദയങ്ങളിലെ കടുംകെട്ടുകൾ അഴിക്കുന്നു. ഒരിക്കൽ ഈ തെറ്റായ തിരിച്ചറിവ് ഛേദിക്കപ്പെട്ടാൽ ഒരുവന് ഭൗതികമായ ഏത് പ്രതികൂലാവസ്ഥയിലും ആനന്ദത്തോടെ കഴിയാൻ സാധിക്കും. താൽക്കാലികമായ ശരീരത്തെ ശാശ്വതമാക്കാൻ മൂഢമായി ശ്രമിക്കുന്നവർ അവരുടെ സമയം പാഴാക്കുകയും കൃഷ്ണൻ തന്നെയായ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദപങ്കജങ്ങളിൽ അഭയം പ്രാപിക്കുക എന്ന നിത്യജീവിതത്തിനുള്ള യഥാർത്ഥ പ്രക്രിയയെ അവഗണിക്കുകയുമാണ് ചെയ്യുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ പാദപങ്കജങ്ങൾ എല്ലാ തീർത്ഥസ്ഥലങ്ങളുടെയും ആശ്രയമാണെന്ന് ഈ ശ്ലോകത്തിലെ തീർത്ഥപദം എന്ന പദം അർത്ഥമാക്കുന്നു. കൃഷ്ണാബോധ പ്രസ്ഥാനം ലോകത്തിലെമ്പാടും വ്യാപിക്കുമ്പോൾ, പ്രത്യേകിച്ചും ലോകത്തിലെ മൂന്നാംകിട രാജ്യങ്ങളിൽ പലതിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായ തീർത്ഥസ്ഥലങ്ങളായ വൃന്ദാവനവും മായാപൂരും പോലുള്ളവ സന്ദർശിക്കുന്ന ഇന്ത്യയിലേക്കുള്ള യാത്ര വളരെ ദുഷ്കരമാണെന്ന് പലപ്പോഴും കാണുന്നു. പ്രത്യേകിച്ചും ദക്ഷിണ അമേരിക്കയിലെ വലിയൊരു വിഭാഗം ഭക്തന്മാർക്കും ഇന്ത്യയിലെ അത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും സ്വയം പവിത്രീകരിക്കുവാനും വളരെ പ്രയാസമാണ്. പക്ഷെ ചൈതന്യ മഹാപ്രഭു അങ്ങേയറ്റം കാരുണ്യവാനാകിയാൽ അദ്ദേഹത്തെ ആരാധിക്കുന്നതിലൂടെ മാത്രം ലോകത്തിലുള്ള മുഴുവൻ വൈഷ്ണവർക്കും അദ്ദേഹത്തിന്റെ പാദപങ്കജങ്ങളാകുന്ന പരമോന്നത തീർത്ഥസ്ഥാനം സന്ദർശിക്കുന്നതിന്റെ പ്രയോജനം ലഭിക്കുന്നു. അപ്രകാരം കൃഷ്ണാബോധ പ്രസ്ഥാനത്തിന്റെ അനുയായികൾക്ക് അവരുടെ ബാഹ്യസ്ഥിതി എന്തായാലും ഒന്നും നഷ്ടപ്പെടുന്നില്ല. പറയുന്നത് ഈ പാരഗ്രാഫിലെ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദപങ്കജങ്ങള് എല്ലാ തീർത്ഥസ്ഥലങ്ങളുടെയും ആശ്രയമാണെന്നാണ് പറയുന്നത്. ഇപ്പോ നമുക്കൊന്നും വൃന്ദാവനത്തിലും മായാപൂരും മറ്റുള്ള ദിവ്യധാമുകളിലൊന്നും പോവാൻ സാധിക്കുന്നതിൽ എന്താണ്? ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദങ്ങൾ ആരാധിച്ചാൽ മതി. ആ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദങ്ങൾ ദർശിച്ചാൽ മതി, ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങള് എല്ലായിടത്തും, ഇന്ത്യയിൽ എല്ലായിടത്തും സ്ഥാപിക്കുകയാണ് നമ്മുടെ ഗുരു മഹാരാജ്, ശ്രീ ജയപതാക സ്വാമി ഗുരു മഹാരാജ്. ധാരാളം സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു ഇന്ത്യയിൽ എല്ലായിടത്തും. ശ്രീ ചൈതന്യ മഹാപ്രഭു എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ, ഏതെല്ലാം ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ അവിടങ്ങളിലൊക്കെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദം സ്ഥാപിച്ചു അല്ലെ. അവിടെ ശ്രീപാദ ക്ഷേത്രം എന്ന പേരിൽ പല സ്ഥലങ്ങളും ക്ഷേത്രങ്ങളിൽ എടുക്കും. അപ്പൊ പല സ്ഥലങ്ങളിലും അവിടെയൊക്കെ അല്ലെ അനേക വർഷങ്ങൾക്ക് മുന്നേ തന്നെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ഗുരു മഹാരാജ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദം. ഇപ്പോഴും വേറെയും ധാരാളം സ്ഥലങ്ങൾ അല്ലെ, വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം, അങ്ങനെ ധാരാളം ക്ഷേത്രങ്ങളിൽ സ്ഥാപിച്ചു. എന്താണ് പറയുന്നത്? ആ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങൾ ദർശിച്ചാൽ തന്നെ നമ്മൾ പവിത്രീകരിക്കപ്പെടും. എല്ലാ തീർത്ഥസ്ഥലങ്ങളും സന്ദർശിച്ചതിന്റെ ആ ഫലം ലഭിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അത് ശ്രീല പ്രഭുപാദരുടെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രഭുപാദിന്റെ ആഗ്രഹമായിരുന്നു. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രഭുപാദ് ഭഗവാന്റെ ദിത്തിലുള്ള മഞ്ചരിയാണ്, നയനമണി മഞ്ചരിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങള് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും, ശ്രീ ചൈതന്യ മഹാപ്രഭു സന്ദർശിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിക്കണം എന്നുള്ളത്. 108
സ്ഥലങ്ങളിൽ സ്ഥാപിക്കണമെന്നുള്ളത്. അത് ശ്രീല പ്രഭുപാദർക്ക് സാധിച്ചു. ശ്രീല പ്രഭുപാദരുടെ ശിഷ്യനായിട്ടുള്ള പരമപൂജ്യ ശ്രീല ജയപതാക സ്വാമി ഗുരു മഹാരാജ് ആ കാര്യം ഏറ്റെടുത്ത് നിർവഹിക്കുകയുണ്ടായി. ഇപ്പൊ പല സ്ഥലങ്ങളിലും പോയാലും കൊണ്ടാൽപൂർ പല സ്ഥലങ്ങളും അങ്ങനെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദം പ്രതിഷ്ഠിച്ചു. ഇത് സംബന്ധിച്ച് ചില വിശ്വനാഥ ചക്രവർത്തി അപ്പൊ പ്രഭുപാദർ പറയുന്നത് അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം ഉള്ളവർക്ക് ഇവിടെ മായാപ്പൂരും വൃന്ദാവനത്തിലൊക്കെ വരിക എന്നുള്ളത് എളുപ്പമല്ല. എന്നാൽ അവർക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭു അങ്ങേയറ്റം കാരുണ്യമായത് കൊണ്ട് അവർക്ക് അവിടെ കാരുണ്യം ലഭിക്കുന്നു അല്ലെ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സന്തോഷിപ്പിക്കുവാനായിട്ട് സംതൃപ്തനാക്കാനായിട്ട് ഒന്നും വേണ്ട. എന്താ വേണ്ടു? 2 കൈകൾ ഉയർത്തിയിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇത്ര മാത്രമേ വേണ്ടൂ അല്ലെ. ശ്രീകൃഷ്ണ ഭഗവാൻ പത്രം പുഷ്പം ഫലം തോയം പറഞ്ഞിട്ടുണ്ട് അല്ലെ. നിങ്ങളൊരു തുളസിയിലെയോ പൂവോ ഫലമോ അല്പം ജലമോ നൽകാനായിട്ട് അല്ലെ, സ്നേഹത്തോടും ഭക്തിയോടും അതിനനുസരിച്ച്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഗൗരംഗ മഹാപ്രഭു ഒന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങള് ഭഗവാന്റെ തിരുനാമം ജപിക്കൂ, അതാണ് എന്റെ സംതൃപ്തി, അതാണ് എനിക്ക് ആനന്ദം, അതാണ് എനിക്ക് സന്തോഷം എന്ന് പറയും. വേറൊന്നും വേണ്ട. ഗൗരംഗത്തായിക്ക് നിങ്ങൾ പ്രസാദം നൽകി നിവേദ്യം സമർപ്പിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങള് ശ്രീ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന്റെ മുന്നിൽ നിന്നിട്ട് സങ്കീർത്തനം ചെയ്യുകയാണെങ്കിൽ, ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ അത് അവരെ സന്തോഷിപ്പിക്കും, ഭഗവാനെ സന്തോഷിപ്പിക്കും. ഇത് സംബന്ധിച്ച് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഇങ്ങനെ പ്രസ്താവിച്ചിരുന്നു. കലോ ദ്രവ്യദേശ ക്രിയാതി ജനിതം ദുർവാരം അപാവിത്രം അപി നാശാങ്കനീയം ഇതി ഭാവഃ. ഈ യുഗത്തിൽ ലോകം പാപപങ്കിലമായ ജീവിതത്താൽ അത്രയേറെ കളങ്കപ്പെട്ടിരിക്കുന്നതിനാൽ കലിയുഗത്തിന്റെ എല്ലാ ലക്ഷണങ്ങളിൽ നിന്നും സ്വതന്ത്രനാകുവാൻ പ്രയാസമാണ്. എങ്കിലും ചൈതന്യ മഹാപ്രഭുവിന്റെ ദൗത്യപ്രചാരക പ്രവൃത്തിക്കായി വിശ്വസ്ത സേവനം ചെയ്യുന്ന ഒരുവന് വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒഴിച്ചുകൂടാനാവാത്ത കലിയുഗ ലക്ഷണങ്ങളാൽ ഭയപ്പെടേണ്ടതില്ല. ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായികൾ അവിഹിത ലൈംഗിക ജീവിതം വർജിക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, മാംസഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക, ചൂതാട്ടം ഉപേക്ഷിക്കുക എന്നീ 4 യമനിയമങ്ങളും കർശനമായി പിന്തുടരുന്നു. അവർ എല്ലായ്പ്പോഴും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുവാനും ഭഗവാന്റെ സേവനങ്ങളിൽ മുഴുകുവാനും പരിശ്രമിക്കുന്നു. എങ്ങനെ തന്നെ ആയാലും ഒരു ഭക്തന്റെ ജീവിതത്തിൽ വല്ലപ്പോഴും ക്ഷണികമായി അസൂയ, കോപം, കാമം, ദുരാഗ്രഹം മുതലായ കലിയുഗ ലക്ഷണങ്ങൾ യാദൃച്ഛികമായി ഉണ്ടായെന്ന് വരാം. പക്ഷെ അത്തരമൊരു ഭക്തൻ യഥാർത്ഥത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ ആത്മസമർപ്പണം ചെയ്തവനാകുന്ന പക്ഷം അദ്ദേഹത്തിന്റെ കാരുണ്യത്താൽ അങ്ങനെയുള്ള ഒരു അനാവശ്യ ലക്ഷണം അഥവാ അനർത്ഥം പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകും. അതുകൊണ്ട് ഭഗവാന്റെ ആത്മാർത്ഥതയുള്ള ഒരു അനുയായി ഒരിക്കലും തന്റെ നിർദ്ദിഷ്ട ചുമതല നിർവഹിക്കുന്നതിൽ നിരുത്സാഹപ്പെടരുത്. മറിച്ച് അവൻ ചൈതന്യ മഹാപ്രഭുവിനാൽ സംരക്ഷിക്കപ്പെടുമെന്ന് ആത്മവിശ്വാസമുള്ളവനായിരിക്കണം. ശിവവിരിഞ്ചിനൂതം എന്നും ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. മഹാദേവനും ബ്രഹ്മദേവനും നിസ്സംശയം ഈ വിശ്വത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ 2 വ്യക്തിത്വങ്ങളാണ്. എങ്കിലും അവർ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദപങ്കജങ്ങളെ അതീവ ശ്രദ്ധയോടെ ആരാധിക്കുന്നു. എന്തുകൊണ്ട്? ശരണ്യം മഹാദേവനും ബ്രഹ്മദേവനും പോലും ഭഗവാന്റെ പാദപങ്കജങ്ങളുടെ ആശ്രയമില്ലാതെ സുരക്ഷിതരല്ല. ഭൃത്യാർത്ഥിഹം പ്രണതപാല എന്നീ വാക്കുകൾ ഒരുവൻ കാപട്യമില്ലാതെ ഭഗവാനെ താണു വണങ്ങിയാൽ അഥവാ പ്രണത ആത്മാർത്ഥതയുള്ള അത്തരമൊരു വ്യക്തിക്ക് ഭഗവാൻ സർവ്വസംരക്ഷണവും നൽകും. ഒരുവൻ ഭഗവാന്റെ ഒരു ഉത്കൃഷ്ട ഭക്തനായിരിക്കണമെന്ന് ഈ ശ്ലോകം പറയുന്നില്ല. പകരം അയാൾ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്ന വർഷം അവന് എല്ലാ സംരക്ഷണവും ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കും. ശ്രീ ചൈതന്യ മഹാപ്രഭു അത്രയും കാരുണ്യവാനാണ്. നമ്മള് മായാപ്പൂരിലൊക്കെ പോയിട്ട് അവിടെ ഡാമിൽ അവിടെ ഉറങ്ങിയാലും ശ്രീ ചൈതന്യ മഹാപ്രഭു പറയും എന്നെ അവൻ നമസ്കരിക്കും. ചൈതന്യ മഹാപ്രഭുവിന്റെ ദൗത്യ പ്രചരണത്തിന് സേവനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുവനും ഇത് ബാധകമാണ്. ഭഗവാന്റെ കാരുണ്യത്താൽ ഒരു നവഭക്തന് പോലും എല്ലാ സംരക്ഷണവും ലഭിക്കും. ഭവാപ്തി ബോധം അല്ലെങ്കിൽ ഭൗതികാസ്ത്രത്തിന്റെ സാഗരം തരണം ചെയ്യാൻ അനുയോജ്യമായ ഒരു തോണി എന്നീ വാക്കുകൾ സംബന്ധിച്ച് ശ്രീമദ് ഭാഗവത്തിൽ ബ്രഹ്മദേവനും മറ്റു ദേവന്മാരും നൽകുന്ന ഒരു പ്രസ്താവനയുണ്ട്. തത്പാദബോധന മഹത് കൃതേന കുർവന്തി ഗോവത്സ പദം പദാബ്ദി. അജ്ഞാനസാഗരം തരണം ചെയ്യാനുള്ള തോണിയായി അങ്ങയുടെ പാദങ്ങളെ സ്വീകരിക്കുന്നതിലൂടെ ഒരുവൻ മഹാജനങ്ങളുടെ കാലടികൾ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവൻ ഒരു പശുവിന്റെ കുളമ്പുപാട് മറികടക്കുന്നത് പോലെ
നിഷ്പ്രയാസം സംസാര സാഗരം തരണം ചെയ്യാൻ കഴിയുന്നു. ശ്രീ രൂപഗോസ്വാമിയുടെ അഭിപ്രായത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു അനുയായി ഒരു ജീവൻ മുക്ത അഥവാ മുക്താത്മാവാണ്. അപ്രകാരം ഭക്തൻ അവന്റെ ഭാവി വിധിയെ പറ്റി വ്യാകുലതയില്ല. കാരണം ഭഗവാൻ അവനെ ശീഘ്രമായി സംസാര സാഗരത്തിന്റെ മറുകരയിൽ എത്തിക്കുമെന്ന് അവന് പൂർണ്ണ വിശ്വാസമുണ്ട്. അത്തരത്തിലുള്ള വിശ്വാസത്തെ ഭക്തിയുത സേവന പ്രക്രിയയുടെ ശക്തിയുള്ള ദൃഢവിശ്വാസം എന്ന അർത്ഥത്തിൽ നിശ്ചയാത് എന്ന പദത്താൽ ഉപദേശാമൃതത്തിൽ പരാമർശിച്ചു. ചില വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിന്റെ അഭിപ്രായത്തിൽ ശിവവിരഞ്ജിനൂതം എന്ന പ്രസ്താവന ചൈതന്യ മഹാപ്രഭു മഹാദേവന്റെ അവതാരമായ അദ്വൈതാചാര്യനാലും ബ്രഹ്മദേവന്റെ അവതാരമായ ഹരിദാസ് ഠാക്കൂറാലും ആരാധിക്കപ്പെടുന്നു എന്നുകൂടി സൂചിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കണം. ഇവിടെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നു ശിവവിരഞ്ജിനൂതം അല്ലെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട എങ്ങനെയാണ് ബ്രഹ്മാവും ശിവനും മഹാപ്രഭുവിനെ ആരാധിക്കുന്നത്. ആരൊക്കെയാണ് അദ്വൈതാചാര്യനായിട്ട് വന്നത്? മഹാവിഷ്ണുവും സദാശിവനുമാണ് അല്ലെ. സദാശിവന്റെയും മഹാവിഷ്ണുവിന്റെയും അവതാരമാണ് അദ്വൈതാചാര്യൻ. അതുപോലെ തന്നെ ബ്രഹ്മദേവന്റെ അവതാരമാണ് ഹരിദാസ് ഠാക്കൂർ. ബ്രഹ്മദേവൻ ഭഗവാന്റെ അടുത്ത് ഒഫൻസ് ചെയ്യുകയുണ്ടായില്ലേ. ബ്രഹ്മവിമോഹന ലീല ഭഗവാനിൽ നിന്നും പശുക്കളെയും കൂട്ടുകാരെയും അകറ്റുകയുണ്ടായില്ലേ. അതിന് ക്ഷമാപണം നടത്തുകയും എനിക്ക് ഇത്രയും വലിയ പൊസിഷൻ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് അഹങ്കാരം ഉണ്ടായത്, ഇനി അടുത്ത് ഞാൻ അങ്ങയുടെ ലീലയിൽ എന്നെ കൂടി ചേർക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും അധമനായിട്ടുണ്ടായിരിക്കണം, ഏറ്റവും അധമകുലത്തിൽ ജനിക്കണം എന്ന് പറയുന്നു. അപ്പൊ ആ ആഗ്രഹം ശ്രീ ചൈതന്യ മഹാപ്രഭു നിറവേറ്റി കൊടുത്തു. എന്നാൽ അങ്ങനെയുള്ള ഒരു കുലത്തിൽ ജനിച്ചിട്ട് പോലും അദ്ദേഹത്തെ ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ ഏറ്റവും ശുദ്ധ ഭക്തനായിട്ട് അംഗീകരിക്കുകയും അദ്ദേഹത്തിന് സ്വയം ജഗന്നാഥപുരിയിൽ നിന്നും പ്രസാദം കൊണ്ടു കൊടുക്കുകയും സ്വന്തം കൈകളിൽ കിടന്നുകൊണ്ട് സങ്കീർത്തനം ചെയ്തുകൊണ്ട് ആ ലീലകൾ അവസാനിപ്പിക്കുകയൊക്കെ ചെയ്യും. ശ്രീകൃഷ്ണ ചൈതന്യ എന്ന് ജപിച്ചുകൊണ്ടാണ് ഹരിദാസ് ഠാക്കൂർ ആ ശരീരം സമാധി അവസ്ഥയിലേക്ക് പോയിട്ടുള്ളത്. ചൈതന്യ മഹാപ്രഭു ഈ ശ്ലോകത്തിൽ പുരുഷോത്തമൻ എന്ന അർത്ഥമുള്ള മഹാപുരുഷൻ എന്ന് സംബോധന ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ ശ്വേതാശ്വേതര ഉപനിഷത്തിലും 3:12 മഹാപ്രഭുവിന്റെ പരാമർശമുണ്ട്. മഹാൻ പ്രഭുർവൈ പുരുഷ സത്വശേഷ പ്രവർത്തക. പരമപ്രഭു സമഗ്ര പ്രപഞ്ചത്തിന്റെയും ആരംഭകനായ ഭഗവാനാണ്. അതുപോലെ ഭഗവാൻ ശ്രീ ഗൗരകൃഷ്ണൻ ഈ ശ്ലോകത്തിൽ മഹാപുരുഷ എന്ന് സംബോധന ചെയ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ പാദപങ്കജങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിക്കുക എന്നതാണ് ഈ ശ്ലോകത്തിന്റെ മുഴുവൻ ലക്ഷ്യവും. അങ്ങനെയുള്ള പാദപങ്കജങ്ങൾ ധ്യാനത്തിനുള്ള യഥാർത്ഥ വസ്തുവാണ്. എന്തുകൊണ്ടെന്നാൽ അവ ഭക്തരുടെ ഭൗതിക ജീവിതത്തിന്റെ ബന്ധനം ഛേദിക്കുകയും അഭീഷ്ടങ്ങൾ സഫലമാക്കുകയും ചെയ്തു. ബദ്ധാത്മാക്കൾ ജീവിതത്തിന്റെ പല താൽക്കാലിക ലക്ഷ്യങ്ങൾക്കും വേണ്ടി മായാശക്തിക്ക് കീഴിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് യഥാർത്ഥ ജ്ഞാനവും ആനന്ദവും കൈവരിക്കുവാനുള്ള യാതൊരു സാധ്യതയുമില്ല. അത്തരം ജ്ഞാനവും ആനന്ദവുമാണ് വാസ്തവത്തിൽ യഥാർത്ഥ സമ്പത്ത്. ഒരുവൻ ചൈതന്യ മഹാപ്രഭുവിനെ ഒരു സാധാരണ വ്യക്തിയായി കരുതി അദ്ദേഹത്തിന്റെ പാദപങ്കജങ്ങളെ അവഗണിക്കുകയും ഭഗവാന്റെ മായാശക്തി വാഗ്ദാനം ചെയ്യുന്ന താൽക്കാലികവും ഉപയോഗശൂന്യവുമായ മറ്റ് ആശ്രയസ്ഥാനങ്ങൾ സ്വീകരിക്കുകയും വരുത്. ഭഗവാന്റെ പാദപങ്കജങ്ങളല്ലാത്ത മറ്റ് ദേവവസ്തുക്കൾ തെറ്റായി തിരഞ്ഞെടുക്കുന്ന യോഗികൾ വെറുതെ അവരുടെ ശാശ്വത ജീവിതത്തിൽ പ്രതിബന്ധം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ധ്യാനിയും ധ്യാനവും ധ്യാനലക്ഷ്യവും ഭഗവാന്റെ ശാശ്വത തലത്തിലാകുമ്പോൾ യഥാർത്ഥ ആശ്രയം പ്രാപ്തമാകും. ബദ്ധാത്മാക്കൾ പൊതുവെ ഭോഗത്യാഗത്തിൽ മുഴുകുന്നവരാണ്. ചിലപ്പോൾ അവർ അന്തസ്സിനും ഇന്ദ്രിയ സുഖത്തിനും പിന്നാലെ ഭ്രാന്തമായി പായുന്നു. മറ്റു ചിലപ്പോൾ അവർ ഭഗ്നാശരായി അത്തരം കാര്യങ്ങൾ പരിത്യജിക്കാൻ ശ്രമിക്കുന്നു. ഇന്ദ്രിയാസ്വാദനത്തിന്റെയും പരിത്യാഗത്തിന്റെയും മാറി മാറിയുള്ള ഈ വിഷമവൃത്തത്തിന് മീതെയാണ് ജീവസത്തയ്ക്ക് ആത്യന്തികമായ സന്തുഷ്ടിയുടെയും ശാന്തിയുടെയും ധാമമാകുന്ന ഭഗവാന്റെ പാദപങ്കജങ്ങൾ. ഈ ശ്ലോകത്തിന് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ കൂടുതലായിട്ട് നൽകിയിട്ടുള്ള കുറിപ്പുകൾ താഴെ കൊടുക്കുന്നു. ധ്യേയം ഗായത്രി മന്ത്രത്തിലെ ധീമഹി എന്ന വാക്കിനാൽ സൂചിപ്പിച്ചിട്ടുള്ള വസ്തുവാണ്. തീർത്ഥസ്പദം ഗൗഡക്ഷേത്രത്തിന്റെയും വ്രജമണ്ഡലത്തിന്റെയും നേതൃത്വത്തിലുള്ള തീർത്ഥസ്ഥലങ്ങളുടെ യഥാർത്ഥ ആശ്രയം അല്ലെങ്കിൽ വിശ്വസ്തയോടുള്ള ശ്രവണ പാരമ്പര്യം തുടർന്ന ബ്രഹ്മസമ്പ്രദായത്തിലെ മഹാഭക്തരുടെ യഥാർത്ഥ ആശ്രയമായ ഭഗവത് പാദങ്ങൾ വിശ്വസ്തയോടുള്ള ശ്രവണ പാരമ്പര്യം ആരംഭിക്കുന്നതിന് ശ്രീമദ് ആനന്ദ തീർത്ഥരിൽ അഥവാ മധ്വാചാര്യരിൽ നിന്നും തുടരുന്നത് ശ്രീ രൂപഗോസ്വാമിയുടെയും ചൈതന്യ മഹാപ്രഭുവിന്റെയും അത്യന്തം ഉത്കൃഷ്ടരായ പിൻഗാമികളായ രൂപാനുഗ മഹാഭാഗവതരിലൂടെയുമാണ്.
ശിവ വിരിഞ്ചിനൂതം മഹാദേവന്റെ അവതാരമായ ശ്രീമദ് അദ്വൈതാചാര്യനാലും വിരിഞ്ചിയുടെ അവതാരമായ ആചാര്യ ഹരിദാസ് ഠാക്കൂറിനാലും ആരാധിക്കപ്പെടുന്ന ചൈതന്യ മഹാപ്രഭു ഭൃത്യാർത്ഥിഹം ചൈതന്യലീലയിൽ കുഷ്ഠം ബാധിച്ച തന്റെ ഭൃത്യൻ വാസുദേവ വിപ്രന്റെ ക്ലേശങ്ങൾ തന്റെ അഹൈതുകമായ കാരുണ്യത്താൽ നശിപ്പിച്ച ചൈതന്യ മഹാപ്രഭു ഭവാപ്തി ബോധം സംസാരസാഗരം തരണം ചെയ്യുന്നതിനുള്ള ഉപാധി അല്ലെങ്കിൽ മോക്ഷത്തിനോ ഭൗതിക ആസ്വാദനത്തിനോ വേണ്ടിയുള്ള അതിയായ ആഗ്രഹത്തിന്റെ രൂപത്തിൽ ജീവസത്തയെ ബാധിക്കുന്ന ഭൗതികാസ്ത്രത്തിൽ നിന്നും സ്വയം സ്വതന്ത്രരാകുന്ന ജീവസത്തുക്കളുടെ ആശ്രയം മുക്തികാമം അഥവാ മോക്ഷത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട സാർവഭൗമ ഭട്ടാചാര്യർ ഭുക്തികാമം അഥവാ ഭൗതികൈശ്വര്യത്തിന് വേണ്ടിയുള്ള അഭിലാഷത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട പ്രതാപരുദ്ര മഹാരാജാവ് തുടങ്ങിയവർ അത്തരത്തിൽ ഭഗവാന്റെ പാദപങ്കജങ്ങളാകുന്ന അതീന്ദ്രിയ നൗകയുടെ ശരണം സ്വീകരിച്ചവരാണ്. അപ്പൊ ഇതിലെ ഓരോ വേർഡിനും ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ ആ മനസ്സിലാക്കിയുള്ള അർത്ഥം നൽകിയിരിക്കുന്നു. ഇപ്പോ ചൈതന്യ ചരിതാമൃതത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, കുഷ്ഠം ബാധിച്ചിട്ടുള്ള വാസുദേവ വിപ്രന്റെ ആ കുഷ്ഠമൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സാർവഭൗമ ഭട്ടാചാര്യ ചൈതന്യ മഹാപ്രഭുക്ക് ആദ്യം ഭക്തനായിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, പിന്നീടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങൾ കേട്ടിട്ടാണ് അദ്ദേഹം ഭക്തനായി മാറിയിട്ടുണ്ടായത്. അതുപോലെ പ്രതാപരുദ്ര മഹാരാജാവിനും അല്ലെ, ആദ്യം രാജാവിന്റെ ആ പദവിയോടെ വന്നപ്പോൾ അനുഗ്രഹം ലഭിക്കുകയുണ്ടായില്ല അല്ലെ, പിന്നീട് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടു. ജഗന്നാഥ ഭഗവാൻ പോകുന്ന ആ വീതികൾ അടിച്ച് വൃത്തിയാക്കുകയുണ്ടായി അല്ലെ. അതിനുശേഷം ആ ഗോപിക ഗീതത്തിലെ വരികൾ ആലപിക്കുകയും അല്ലെ, ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയുണ്ടായി. ഇവിടെ വീണ്ടും അതിനോടനുബന്ധിച്ചിട്ട് തന്നെയാണ്, നമുക്ക് സമയക്കുറവ് മൂലം അത്ര കൂടുതലായിട്ട് എടുക്കുന്നില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ശ്രീമദ് ഭാഗവതം പറയുന്നത് ഭഗവാൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിട്ടുള്ളത് അല്ലെ. നമുക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചിട്ട് സാർവഭൗമ ഭട്ടാചാര്യ രചിച്ചിട്ടുള്ള ഗൗരംഗ അഷ്ടകം എന്നുള്ള അഷ്ടകമുണ്ട്. അതുപോലെ തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ 108 നാമങ്ങളുള്ള ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഗൗരംഗ അഷ്ടോത്തര ശതനാമ സ്തോത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്തോത്രമാണ്. ഞാനിത് ചൊല്ലാം, എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ 108 പവിത്ര നാമങ്ങൾ. അപ്പോൾ ഇതിന്റെ ഫലശ്രുതിയിലെ അവസാനമായിട്ട് പറയുന്നത് ഫലശ്രുതി അല്ലെ. എല്ലാവർക്കും ഇതൊക്കെ ചൊല്ലിയിട്ട് എന്താ വേണ്ടതെന്ന് അല്ലേ. അപ്പൊ അതിന്റെ ഫലശ്രുതി ആദ്യം പറയാം, എന്നാൽ എല്ലാവർക്കും അതിൽ ശ്രദ്ധയുണ്ടാവും. ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അപ്പോഴതിന്റെ കൂടെ തന്നെ എല്ലാവരും ചൊല്ലുക കേട്ടോ, സ്ക്രീനിൽ നോക്കിയിട്ട്. ഓക്കെ, ഇവിടെ ഇതിന്റെ ഫലശ്രുതി പറയുന്നു. മഹാത്മാവായ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള പാവനാശികമായ ഈ ദിവ്യസ്തോത്രം അതിരാവിലെ എഴുന്നേറ്റ് അത്യന്തം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ആരെങ്കിലും പാരായണം ചെയ്യുന്നുവോ അവർക്ക് ഭഗവാനോട് പരമാനന്ദകരമായ പ്രേമഭക്തി ഉദയം ചെയ്യും. ഇതിൽ യാതൊരു സംശയമില്ല. ഒരാൾ സുഖപ്പെടുത്തുവാൻ കഴിയാത്ത രോഗത്താൽ പീഡിതനാണെങ്കിൽ പോലും അവൻ ആ രോഗത്തിന്റെ ദുരിതങ്ങളിൽ നിന്നോ മോചിതനാകുന്നു. ഇനി ഒരാൾ എല്ലാവിധ തെറ്റുകളും ചെയ്തവനാണെങ്കിൽ പോലും അവൻ ആ അപരാധങ്ങളുടെ ഫലങ്ങളിൽ നിന്നും മുക്തമാകുന്നു. ഫാൽഗുണി പൗർണമാസ്യാം തു ചൈതന്യ ജന്മവാസരേ ശ്രദ്ധയാ പരയാ ഭക്ത്യാ മഹാസ്തോത്രം ജപൻ പുരഃ യദ്യത് പ്രകുരുദേത കാമം തത്തത് ദേവാ ചിരാലഭേത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവ ദിനമായ ഫാൽഗുണ മാസത്തിലെ പൗർണമി നാളിൽ ഗൗരപൂർണിമയിൽ ആരെങ്കിലും ഈ മഹാസ്തോത്രം അത്യന്തം ശ്രദ്ധയോടും ദിവ്യമായ ഭക്തിയോടും കൂടി ജപിക്കുന്നുവോ അവർ തങ്ങളുടെ ഓരോ പരിശുദ്ധമായ ആഗ്രഹങ്ങളും ഉടൻ തന്നെ കൈവരിക്കുന്നു.
മക്കളില്ലാത്ത ഭക്ത ദമ്പതികൾക്ക് ഈ സ്തോത്രം ജപിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു വൈഷ്ണവ പുത്രനെ ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല മരണസമയത്ത് അവർക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നിത്യമായ സ്മരണയുണ്ടാവുകയും ഭഗവാന്റെ നിത്യലീലകളിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ അത്രയും മഹത്തരമായിട്ടുള്ളതാണ് ഈ അഷ്ടോത്തര ശതനാമ സ്തോത്രം. അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ എല്ലാവരും അതിന്റെ കൂടെ തന്നെ ചൊല്ലുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ വേർഡ് ടു വേർഡ് മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ വായിക്കുന്നില്ല. അത് ഓരോരോ നാമം ജപിച്ചിട്ട് അല്ലെ, അഷ്ടോത്തര ശതനാമ സ്തോത്രം നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ചൊല്ലുകയും ചെയ്യും. പിന്നെ ഓരോ നാമങ്ങളായിട്ട് ഓം വിശ്വംഭരായ നമഃ, ഓം ജിതക്രോധായ നമഃ അങ്ങനെ പറഞ്ഞിട്ട് ജപിക്കുകയും ചെയ്യും അല്ലെ. അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തില്ല. അത് ഞാൻ അങ്ങനെ വായിക്കുന്നില്ല. അതിന്റെ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ അർത്ഥവും പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്കൊക്കെ ചൊല്ലാനും സൗകര്യമായിരിക്കും. ഇപ്പൊ സൂം ചെയ്യാൻ കൂടുതലായിട്ട് സൂം ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്നതിൽ ഓപ്ഷൻ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ മാതാജി? ഹരേ കൃഷ്ണ. കുറച്ച് ചെറുതാണെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, കുറച്ച് നിങ്ങളുടെ ഫോണിൽ കുറച്ച് സൂം ചെയ്താൽ മതി, അപ്പോൾ വായിക്കാൻ പറ്റും. കുറച്ച് ഫോണിൽ സൂം ചെയ്താൽ മതി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചൊല്ലാം. ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യുന്നില്ല. അത് പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ നെറ്റ്വർക്ക് ഒക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ചൊല്ലാൻ കഴിയില്ല. അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് നമുക്കിത് ചൊല്ലാം. ഇപ്പൊ സാർവഭൗമ ഭട്ടാചാര്യ ഇപ്പം പറഞ്ഞ സാർവഭൗമ ഭട്ടാചാര്യ രചിച്ചിട്ടുള്ളതാണ് ഗൗരംഗ അഷ്ടോത്തര ശതനാമ സ്തോത്രം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ 108 നാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്കൃത്യ പ്രവിശ്യാമി ദേവദേവം ജഗദ്ഗുരും നാംനാമഷ്ടോത്തരശതം ചൈതന്യസ്യ മഹാത്മനാ. ദേവാദിദേവനും ജഗദ്ഗുരുവുമായ ഭഗവാനെ ആദരപൂർവ്വം പ്രണമിച്ചുകൊണ്ട് മഹാത്മാവായ ചൈതന്യദേവന്റെ 108 പവിത്ര നാമങ്ങൾ ഞാനിപ്പോൾ കീർത്തിക്കാം. വിശ്വംഭരോജിതക്രോധ മായാ മാനുഷ വിഗ്രഹ മായി മായിനാം ശ്രേഷ്ഠോ വരോ ദേശോദിജോത്തമഃ. ഗൗരംഗദേവൻ പ്രപഞ്ചത്തെ പരീക്ഷിക്കുന്നു. ലൗകികമായ ക്രോധത്തിന് മേൽ വിജയം വരിച്ചവനാകുന്നു. ഭഗവാൻ ഒരു മനുഷ്യന്റെ മായാരൂപം സ്വീകരിച്ചിരിക്കുന്നു. അവിടുന്ന് കാപട്യമില്ലാത്തവനും എന്നാൽ മായാവികളിൽ അഥവാ ദിവ്യമായ ചതി നടത്തുന്നവരിൽ ശ്രേഷ്ഠവനുമാണ്. ഏറ്റവും ഉത്തമമായ ദേശത്ത് അവതരിച്ച ഭഗവാൻ ബ്രാഹ്മണ ശ്രേഷ്ഠനാകുന്നു. ചൗരാഷ്ടകത്തിലും പറയുന്നത് അല്ലെ, ചോരാഗ്രഹണ്യം പുരുഷനുമായി ഇവിടെ പറയുന്നു. കാപട്യമില്ലാതെ എന്നാൽ മായാവികളിൽ അല്ലെ, കാപട്യം കാണിക്കുന്നവർ എന്താണ്, ചതി നടത്തുന്നവരിൽ ശ്രേഷ്ഠനാണ്. ഭഗവാന്റെ അടുത്ത് ഒരു ചതിയും വഞ്ചനയും നടക്കും അല്ലെ. ഓക്കെ, അതിന്റെ ഓരോരോ വേർഡിന്റെയും ഇങ്ങനെ കൊടുത്തിരിക്കുന്ന അർത്ഥം അത് ഞാനിപ്പോഴും നോക്കുന്നില്ല. അപ്പൊ നമുക്ക് കുറേ സമയം വേണ്ടി വരും. ഓക്കെ, 3-ാമത്തെ ശ്ലോകം. ജഗന്നാഥ പ്രിയസുധാ പിതൃഭക്തോ മഹാമനഃ ലക്ഷ്മീകാന്താശജി പുത്ര പ്രേമദോ ഭക്തവത്സലഃ. ഗൗരംഗദേവൻ ജഗന്നാഥ മിശ്രന്റെ പ്രിയപുത്രനാകുന്നു. അവിടുന്ന് പിതൃഭക്തനും അത്യുന്നത മനോബലമുള്ളവനുമാണ്. മഹാലക്ഷ്മിയുടെ പ്രാണനാഥനും ശചി മാതാവിന്റെ പുത്രനുമായ ഭഗവാൻ പരമാനന്ദകരമായ പ്രേമഭക്തി പ്രദാനം ചെയ്യുന്നവനും ഭക്തരോട് അത്യധികം വാത്സല്യമുള്ളവനാണ്. ഓക്കെ, 4-ാമത്തെ ശ്ലോകം. ദ്വിജപ്രിയാ ദ്വിജവരോ വൈഷ്ണവ പ്രാണനായക ദ്വിജാതി പൂജക ശാന്ത്ര ശ്രീവാസ പ്രിയ ഈശ്വര. ദ്വിജപ്രിയ ദ്വിജവരോ വൈഷ്ണവ പ്രാണനായക ദ്വിജാതി പൂജക ശാന്ത ശ്രീവാസ പ്രിയ ഈശ്വര. ഗൗരംഗദേവൻ ഉപനയനം കഴിഞ്ഞ ബ്രാഹ്മണർക്ക് പ്രിയപ്പെട്ടവനാകുന്നു. അവിടുന്ന് ബ്രാഹ്മണരിൽ ശ്രേഷ്ഠനും ഭക്തന്മാരുടെ ജീവന്റെയും ആത്മാവിന്റെയും നാഥനുമാണ്. ബ്രാഹ്മണരെ പൂജിക്കുന്നവനും ശാന്തനും സദ്ഗുണസമ്പന്നനുമായ ഭഗവാൻ ശ്രീവാസ പണ്ഡിതന് അത്യന്തം പ്രിയപ്പെട്ടവനാകുന്നു, സർവനിയന്താവുമാകുന്നു. 5-ാമത്തെ ശ്ലോകം. തപ്തകാഞ്ചന ഗൗരാംഗ സിംഹഗ്രീവോ മഹാഭുജഃ പീതവാസരക്തപട്ട ഷഡ്ഭുജോദാ ചതുർഭുജഃ. ഗൗരംഗദേവന്റെ ശരീരം ഉരുക്കിയ സ്വർണത്തിന് സമാനമായ നിറത്തോടു കൂടിയതാണ്. അവിടുത്തെ കഴുത്ത് സിംഹത്തിൻ്റെതുപോലെയും കൈകൾ അത്യധികം ബലമുള്ളതുമാകുന്നു. ഗൃഹസ്ഥനായിരിക്കുമ്പോൾ മഞ്ഞ വസ്ത്രവും സന്യാസിയായിരിക്കുമ്പോൾ ചുവന്ന വസ്ത്രവും അവിടുന്ന് ധരിക്കുന്നു. ഭഗവാൻ തന്റെ
6 കൈകളോട് കൂടിയ രൂപവും അതുപോലെ തന്നെ 4 കൈകളോടുള്ള രൂപവും പ്രകടിപ്പിക്കും. ഇപ്പൊ സന്യാസ ആവുമ്പോൾ ഓറഞ്ച് വസ്ത്രം അല്ലെ. 26ാമത്തെ ശ്ലോകം. ദ്വിഭുജഗദാപാണി ചക്രീ പത്മാധരോ മലഹ പാഞ്ചജന്യധരശാർഗി വേണുപാണി സുരോത്തമഃ. ഗൗരംഗദേവൻ 2 കൈകളോട് കൂടിയ രൂപം പ്രകടിപ്പിക്കുന്നു. അവിടുന്ന് ഗദാചക്രം താമര എന്നിവ ധരിച്ചിരിക്കുന്നു. ഭഗവാൻ പാപരഹിതനാകുന്നു. പാഞ്ചജന്യം എന്ന ശംഖും വില്ലും മുരളിയും കൈകളെത്തിയ അവിടുന്ന് ദേവന്മാരിൽ ശ്രേഷ്ഠരാകുന്നു അല്ലെ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ലീലയിൽ മാത്രമേ ധാരാളം രൂപത്തിൽ ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നുള്ളൂ അല്ലെ. സാധാരണ രീതിയിൽ 2 കൈകളിൽ അല്ലെ, സന്യാസദണ്ഡും കമണ്ഡലുമായിട്ട് ദർശനം അല്ലെ. അതുപോലെ ചതുർഭുജ രൂപത്തിൽ, അതുപോലെ ഷഡ്ഭുജ രൂപത്തിൽ, അതുപോലെ അഷ്ടഭുജ രൂപത്തിൽ അല്ലെ, അതുപോലെ വിശ്വരൂപം അദ്വൈതാചാര്യ. ഈ രൂപമൊക്കെ ആർക്ക് കാണിച്ചു കഴിഞ്ഞുള്ളൂ? ഈ ഒരു ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് മാത്രമേ കാണിക്കാൻ. മറ്റുള്ള വേറെ യാതൊരു അവതാരങ്ങൾക്കും കഴിയില്ല. മത്സ്യം, കുർമ്മം, വരാഹം, നരസിംഹം, വാമനം, ഇവർക്കൊന്നും ഈ രൂപങ്ങൾ കാണിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അവരൊക്കെ ഭഗവാന്റെ അവതാരങ്ങളാണ്. എന്നാൽ ഇവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാനാണ് അല്ലെ, അവതാരി. എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സായിട്ടുള്ള അവതാരിയാണ്. മറ്റുള്ളതൊക്കെ അവതാരങ്ങളാണ് അല്ലെ. അതുകൊണ്ടാണ് വിശ്വരൂപവും ഷഡ്ഭുജ രൂപവും ചതുർഭുജവും എല്ലാം കാട്ടിക്കൊടുത്തിട്ട് അല്ലെ ഓരോ ഭക്തന്മാർക്കും ഓരോ രൂപത്തിൽ ദർശനം. ശ്രീരാമചന്ദ്ര ഭഗവാനായിട്ട് മുരാരി പണ്ഡിറ്റിന് ദർശനം നൽകിയിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ വരാഹമൂർത്തിയുടെ ലീലകൾ കേൾക്കും വരാഹമൂർത്തിയായിട്ട് ദർശനം നൽകിയിട്ടുണ്ടായി. നരസിംഹ ഭഗവാന്റെ ലീലകൾ കേട്ടപ്പോൾ നരസിംഹമായിട്ട് അവിടെ ലീലകൾ ചെയ്യുന്നത്. അതുപോലെ ചാന്ദകാസിയുടെ അടുത്ത് പോയിട്ട് നരസിംഹ ഭഗവാനായിട്ട് ചാന്ദകാസിയുടെ നെഞ്ചു പിറക്കാനായിട്ട് നോക്കി അല്ലെ. അപ്പൊ ഈ ഇങ്ങനെയുള്ള ലീലകളൊക്കെ ആർക്ക് മാത്രമേ? ശ്രീകൃഷ്ണ ഭഗവാന് മാത്രമേ സാധിക്കൂ. അതേ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഇവിടെ വന്നില്ല. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇതൊരു അവതാരമാണെന്നല്ല, സ്വയം അവതാരി തന്നെ ഇവിടെ കലിയുഗത്തില് പതിതരായിട്ടുള്ളവരെ ഉദ്ധരിക്കുവാനായിട്ട് ഇറങ്ങി വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ശ്ലോകത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോ ഗൗരംഗദേവൻ 2 കൈകളോട് കൂടിയ രൂപം പ്രകടിപ്പിക്കുന്നു. അവിടുന്ന് ഗദാ, ചക്രം, താമര എന്നിവ ധരിച്ചിരിക്കുന്നു. ഭഗവാൻ പാപരഹിതനാകുന്നു. പാഞ്ചജന്യം എന്ന ശംഖും വില്ലും മുരളിയും കൈകളിൽ എന്തി അവിടുന്ന് ദേവന്മാരിൽ ശ്രേഷ്ഠനാകുന്നു. കമലാലശേശ്വര പ്രീതോ കോപലീലാധരോ യുവ നീലരത്നധരോ രൂപ്യാഹാരി കൗസ്തുഭഭൂഷണ. താമരക്കന്യായ ലക്ഷ്മി ദേവിയുടെ നാഥനാണ് ഗൗരംഗദേവൻ. അവിടുന്ന് സർവചരാചരങ്ങൾക്കും പ്രിയപ്പെട്ടവനാകുന്നു. ഗോപാല ലീലകളുടെ സങ്കേതമായ ഭഗവാൻ നിത്യയൗവനയുക്തനാണ്. നീലരത്നങ്ങളും വെള്ളിമാലകളും ധരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന അവിടുന്ന് കൗസ്തുഭമണിയാൽ അലങ്കൃതനുമാണ്. ശ്രീവത്സലാഞ്ജനോ ഭാസ്വാൻ മണി ദൃക്കഞ്ചലോചന താടങ്ക നീല ശ്രീരുദ്ര ലീലാകാരി ഗുരുപ്രിയ. ഗൗരംഗദേവൻ ശ്രീവത്സ ചിഹ്നത്തിൽ അലങ്കൃതനാണ്. പ്രഭചൊരിയുന്ന അനേകം മണിരത്നങ്ങൾ അവിടുത്തെ തിരുരൂപത്തിന് ശോഭയേകുന്നു. താമരയിതുകൾക്ക് സമാനമായ കണ്ണുകളുള്ള ഭഗവാന്റെ ഐശ്വര്യം നീലരത്നത്തോടു കൂടിയ കർണാഭരണങ്ങളാൽ വർദ്ധിക്കുന്നു. അവിടുന്ന് ചിലപ്പോൾ പരമശിവന്റെ ലീലകൾ ആടുകയും തന്റെ ഗുരുനാഥന് അത്യധികം പ്രിയപ്പെട്ടവനായിരിക്കുകയും ചെയ്യുന്നു. സ്വനാമാ ഗുണവക്താച നാമോപദേശിദായക ആചണ്ഡാല പ്രിയ ശുദ്ധ സർവപ്രാണീഹിതേ രഥഃ. ഗൗരംഗദേവൻ തന്റെ സ്വന്തം തിരുനാമങ്ങളുടെ ഗുണവിശേഷങ്ങളെ കുറിച്ച് ബോധവാനാണ്. അവിടുന്ന് തിരുനാമങ്ങളെ കുറിച്ചുള്ള ഉപദേശങ്ങൾ നൽകുന്നു. ചണ്ടാളന്മാർക്ക് പോലും പ്രിയപ്പെട്ടവനായ ഭഗവാന്റെ സ്വഭാവം അത്യന്തം നിർമ്മലമാകുന്നു. അവിടുന്ന് സർവ്വജീവികളുടെയും ക്ഷേമത്തിനായി നിലകൊള്ളുന്നു. 10ാമത്തെ ശ്ലോകം. വിശ്വരൂപാനുജ സന്ധ്യാവതാര ശീതലാശയ വിശ്വരൂപാനുജ സന്ധ്യാവതാര ശിതശാലയ നിസ്സീമ കരുണാഗുപ്ത ആത്മഭക്തി പ്രവർത്തക. ഗൗരംഗദേവൻ വിശ്വരൂപന്റെ അനുജനാകുന്നു. സന്ധ്യാസമയത്ത് അവതരിച്ച ഭഗവാൻ ജീവികളുടെ തപിക്കുന്ന ദുഃഖങ്ങളെ ശമിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ കരുണ അതിരുകളില്ലാത്തതാണ്. അത്യന്തം ഗാഠമായി വർത്തിക്കുന്ന ഭഗവാൻ ആത്മഭക്തിയെ പ്രചരിപ്പിക്കും. ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് വിശ്വരൂപൻ അല്ലെ നേരത്തെ സന്യാസം സ്വീകരിച്ചു പോവുകയുണ്ടായി അല്ലെ. അതുപോലെ ഭഗവാന്റെ അവതാരത്തെ കുറിച്ച് പറഞ്ഞ ശ്രീ ചൈതന്യ മഹാപ്രഭു സന്ധ്യാസമയത്താണ് അവതരിച്ചിട്ടുള്ളത്.
മഹാനന്ദോ നടോ നിത്യ ഗീതനാമ പ്രിയ കവി ആർത്തിപ്രിയ ശുചി ശുദ്ധോ ഭാവതോ ഭഗവത് പ്രിയ. ഗൗരംഗദേവൻ പരമാനത്തിൽ മുഴുകിയിരിക്കുന്നവനാകുന്നു. അവിടുന്ന് ഒരു നടനെ പോലെ ലീലകൾ ആടുകയും നൃത്തം, സംഗീതം, നാമസങ്കീർത്തനം എന്നിവയിൽ തൽപരനായിരിക്കുകയും ചെയ്യുന്നു. പണ്ഡിതനും കവിയുമായ ഭഗവാൻ ദുഃഖിതർക്ക് പ്രിയപ്പെട്ടവനാകുന്നു. അതീവ നിർമ്മലനും പരിശുദ്ധനുമായ അവിടുന്ന് ഭക്തിഭാവങ്ങൾ പ്രദാനം ചെയ്യുന്നവരും ഭക്തോത്തന്മാരുമായി ഗാഠബന്ധം പുലർത്തുന്നവനുമാകുന്നു. പന്ത്രണ്ടാമത്തെ ശ്ലോകം. ഇന്ദ്രാദി സർവലോകേശ വന്ദിത ശ്രീപദാംബുജ നാസിച്ചൂടാമണി കൃഷ്ണ സന്യാസാശ്രമ പാവന. ഗൗരംഗദേവന്റെ ദിവ്യമായ പാദപത്മങ്ങൾ ദേവേന്ദ്രനും വിവിധ സ്വർഗലോകങ്ങളിലെ ഭരണാധികാരികളും ചേർന്ന് ആരാധിക്കുന്നു. അവിടുന്ന് സന്യാസിമാരുടെ ശിരോരക്തമാകുന്നു. സർവാകർഷകനായ പരമപുരുഷനായ ഭഗവാനായ അവിടുന്ന് സന്യാസാശ്രമത്തെ പവിത്രീകരിക്കുന്നവനുമാണ്. ചൈതന്യ കൃഷ്ണ ചൈതന്യോ ദണ്ഡദൃക്ന്യസ്തദണ്ഡക അവധൂത പ്രിയോ നിത്യാനന്ദ ഷഡ്ഭുജ ദർശക. ഗൗരംഗദേവൻ സർവസൃഷ്ടികളും ജീവശക്തിയാകുന്നു. അവിടുന്ന് ആകർഷകമായ ജീവചൈതന്യമാണ്. സന്യാസത്തിന്റെ ചിഹ്നമായ ദണ്ഡം വഹിക്കുന്നവനും അത് ഉപേക്ഷിക്കുന്നവനുമാണ് ഭഗവാൻ. ദിവ്യനായ അവധൂതൻ ശ്രീ നിത്യാനന്ദ പ്രഭുവിന് പ്രിയപ്പെട്ടവനായ അവിടുന്ന് നിത്യാനന്ദന് തന്റെ ഷഡ്ഭുജ രൂപം ദർശനമായി നൽകും. സന്യാസദണ്ഡ അത് എടുക്കുകയുണ്ടായി അല്ലെ. മായാവാദികളൊക്കെ ഭക്തന്മാരാക്കി മാറ്റാനായിട്ട് മായാവാദി സന്യാസിയിൽ നിന്നും ദീക്ഷ സ്വീകരിക്കുകയും മായാവാദി സന്യാസിയായിട്ട് രൂപത്തിലെ അവരുടെ ഇടയിൽ പ്രചാരം ചെയ്യുകയും അവരെയൊക്കെ കൃഷ്ണൻ ഭക്തന്മാരാക്കി മാറ്റുകയും ചെയ്തു അല്ലെ. അപ്പോ ഏകദണ്ഡി സന്യാസി എന്ന് പറയുന്ന മായാവാദിയുടെ ദണ്ഡാണ് അല്ലെ. അത് നിത്യാനന്ദ പ്രഭു കഷ്ണങ്ങളാക്കിയിട്ട് 3 കഷ്ണങ്ങളാക്കിയിട്ട് ഗംഗയിലേക്ക് വലിച്ചെറിയും. അപ്പൊ സന്യാസ ദണ്ഡ് ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് ആ സന്യാസ ദണ്ഡ് ഉപേക്ഷിക്കുകയും ചെയ്തു. 14ാമത്തെ ശ്ലോകം. മുകുന്ദ സിദ്ധിദോ ദീനോ വാസുദേവാമൃതപ്രദ ഗദാധര പ്രാണനാഥാർത്തിഹ ശരണപ്രദ. ഗൗരംഗദേവൻ തന്റെ ഭക്തനായ മുകുന്ദന് സിദ്ധി പ്രദാനം ചെയ്യുന്നു. അവിടുന്ന് അതീവ വിനീതനായും ലളിതനായും വർത്തിക്കുന്നു. കുഷ്ഠരോഗിയായിരുന്ന വാസുദേവൻ എന്ന ഭക്തന് അമൃതം നൽകിയ ഭഗവാൻ ഗദാധര പണ്ഡിതന്റെ പ്രാണനാഥനാകുന്നു. ഭക്തരുടെ ദുഃഖങ്ങൾ ദൂരീകരിക്കുന്ന അവിടുന്ന് അവർക്ക് പരമമായ അഭയം നൽകുന്നു. അകിഞ്ചന പ്രിയ പ്രാണോ ഗുണഗ്രാഹി ജിതേന്ദ്രിയ അദോഷദർശി സുമുഖോ മധുര പ്രിയ ദർശന. ഗൗരംഗദേവൻ ഒന്നുമില്ലാത്തവർക്ക് അകിഞ്ചനർക്ക് അല്ലെ. ശ്രീമദ് ഭാഗവതം പറയുന്നു അകിഞ്ചന ഗോചര, ഒന്നുമില്ലാത്തവരുടെ സ്വന്തമായിട്ടുള്ള ധനമാണെന്ന് ഭഗവാൻ അല്ലെ. ഗൗരംഗദേവൻ ഒന്നുമില്ലാത്തവർക്ക് അകിഞ്ചനർക്ക് പ്രിയപ്പെട്ടവനാകുന്നു. അവിടുന്ന് സർവ്വസൃഷ്ടികളുടെയും പ്രാണനും ആത്മാവുമാണ്. മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങളെ മാത്രം സ്വീകരിക്കുന്ന ഭഗവാൻ ഇന്ദ്രിയങ്ങളെ വിജയിച്ചവനാകുന്നു. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണാത്ത അവിടുത്തെ മുഖം പ്രസന്നവും അത്യന്തം മധുരവുമാണ്. ഭഗവാന്റെ ദർശനം അതീവ വിലപ്പെട്ടതാവും. അതാണ് ഭഗവാൻ എന്താണ് എല്ലാവരിലും ഉള്ള നല്ലത് മാത്രം കാണുന്നു, നല്ല ഗുണങ്ങൾ അവരുടെ ഒന്നും കുറ്റങ്ങൾ ഒരിക്കലും കാണുന്നില്ല. പ്രതാപരുദ്ര സന്ത്രാത രാമാനന്ദ പ്രിയോ ഗുരു അനന്ത ഗുണസമ്പന്ന സർവതീർത്ഥൈക പാവന. ഗൗരംഗദേവൻ പ്രതാപരുദ്ര മഹാരാജാവിനെ തടസ്സങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. അവിടുന്ന് രാമാനന്ദരായർക്ക് പ്രിയപ്പെട്ടവനാകുന്നു. സർവ്വജീവികളുടെയും ജഗത് ഗുരുവായ ഭഗവാൻ അനന്തമായ സൽഗുണങ്ങൾ നിറഞ്ഞവനാണ്. അവിടുന്ന് എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളെയും പവിത്രീകരിക്കുന്ന ഏകനാകുന്നു. 17ാമത്തെ ശ്ലോകം. വൈകുണ്ഠനാഥോ ലോകേശോ ഭക്താഭീമതരൂപദ്രേ നാരായണോ മഹായോഗി ജ്ഞാനഭക്തിപ്രദ പ്രഭു. ഗൗരംഗദേവന്റെ വാക്കുകൾ പരിശുദ്ധമായ അമൃതം വർഷിക്കുന്നു. അവിടുന്ന് ഭൂമിയെ രക്ഷിക്കുന്നവനും സത്യം മാത്രം സംസാരിക്കുന്നവനുമാകുന്നു. സർവ്വവിധമായ കഷ്ടതകളും സഹിക്കുവാൻ ശേഷിയുള്ള ഭഗവാൻ ഒഡീഷയിലെ ജനങ്ങളെ ആനന്ദിപ്പിക്കുന്നു. അവിടുന്ന് പ്രപഞ്ചത്തിലെ മുഴുവൻ അമൃതിന്റെയും രൂപമായി വർത്തിക്കുന്നു. അവസാനം 24 വർഷങ്ങളിലെ സന്യാസ ജീവിതത്തിൽ ഏറിയ ഭാഗവും ജഗന്നാഥപുരിയിലാണ് അല്ലെ ലീലകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 18ാമത്തെ ശ്ലോകം. പീയൂഷവചന പൃഥ്വി പാവന സത്യവാങ്സഹ ഓട്രദേശ ജനാനന്ദി സന്തോഹാമൃത രൂപദൃക്ക്. ഗൗരംഗദേവന്റെ വാക്കുകൾ പരിശുദ്ധമായ അമൃതം വർഷിക്കുന്നു. അവിടുന്ന് ഭൂമിയെ രക്ഷിക്കുന്നവനും സത്യം മാത്രം സംസാരിക്കുന്നവനുമാകും. സർവ്വവിധമായ കഷ്ടതകളും സഹിക്കുവാൻ ശേഷിയുള്ള ഭഗവാൻ ഒഡീഷയിലെ ജനങ്ങളെ ആനന്ദിപ്പിക്കുന്നു. അവിടുന്ന്
പ്രപഞ്ചത്തിലെ മുഴുവൻ അമൃതിന്റെയും രൂപമായി വർത്തിക്കുന്നു. എപ്പടെ ഇതിന്റെ 108 ഭഗവാന്റെ ദിവ്യനാമങ്ങളും കഴിഞ്ഞു. ഇനി അതിന്റെ ഫലശ്രുതി പറയും. പ്രാതരുത്തായ ചൈതന്യസ്യ മഹാത്മനഃ ശ്രദ്ധയാ പരയോപേതാ സ്തോത്രം സർവാഗനാശനം പ്രേമഭക്തിർഹരോ തസ്യ ജായതേനാത്ത സംശയ. മഹാത്മാവായ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള പാപനാശകമായ ഈ ദിവ്യസ്തോത്രം അതിരാവിലെ എഴുന്നേറ്റ് അത്യന്തം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ആരെങ്കിലും പാരായണം ചെയ്യുന്നുവോ അവർക്ക് ഹരിഭഗവാനോട് പരമാനന്ദകരമായ പ്രേമഭക്തി ഉദയം ചെയ്യും. ഇതിൽ യാതൊരു സംശയമില്ല. അസാധ്യാരോഗയുക്തോ വിമുച്യതേ രോഗസങ്കടാ സർവാപരാധയുക്തോ വി സോ അപരാധ് പ്രമുച്യതേ. ഒരാൾ സുഖപ്പെടുത്തുവാൻ കഴിയാത്ത രോഗത്തിൽ പീഡിതനാണെങ്കിൽ പോലും അവൻ ആ രോഗത്തിന്റെ ദുരിതങ്ങളിൽ നിന്നും മോചിതനാകും. ഇനി ഒരാൾ എല്ലാവിധ തെറ്റുകളും ചെയ്തവനാണെങ്കിൽ പോലും അവൻ ആ അപരാധങ്ങളുടെ ഫലങ്ങളിൽ നിന്നും വിമുക്തനാകും. ഇനി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറയുന്നു. ഇന്ന് ചൊല്ലുന്നത് അല്ലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യമാണ്. പ്രഭുപാദരുടെ ഗുരുമഹാരാജിന്റെ ഒക്കെ കാരുണ്യമാണ്. ഞാൻ ഇന്ന് എന്താണ് എടുക്കേണ്ടത് എന്നൊക്കെ ഭാഗവത്തിൽ ശ്ലോകം, പിന്നീട് എന്താണ് അത് കഴിഞ്ഞിട്ട് പറയേണ്ടത് എന്നത് ഭഗവാൻ തന്നെ തോന്നിച്ചു തന്നതാണ്. ഇത് എടുക്കുവാനായിട്ട് ഗുരുമഹാരാജ് തന്നെ തോന്നിച്ചു തന്നതാണ്. അതുകൊണ്ടാണ് ഇത് എടുക്കാൻ കാരണം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. സച്ചി സുധാഷ്ടകത്തിൽ ഗൗരംഗാഷ്ടകവും അതുപോലെ ഗൗരംഗ അഷ്ടോത്തര ശതനാമ സ്തോത്രമൊക്കെ. അപ്പോ അതും അതിനെക്കുറിച്ചിട്ട് പറയുന്നു. ഇന്നത്തെ ദിവസം തന്നെ അല്ലെ, ഫാൽഗുണി പൗർണമാസ്യാം തു ചൈതന്യ ജന്മവാസരേ ശ്രദ്ധയാ പരയാ ഭക്ത്യാ മഹാസ്തോത്രം ജപൻ പുരഃ യദത് പ്രകൃതേ കാമം തതത്തേവാചിരാലഭത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവ ദിനമായ ഫാൽഗുന മാസത്തിലെ പൗർണമി നാളിൽ പൗരപൂർണിമ നാളിൽ ആരെങ്കിലും ഈ മഹാസ്തോത്രം അത്യന്തം ശ്രദ്ധയോടും ദിവ്യമായ ഭക്തിയോടും കൂടി ജപിക്കുന്നുവോ അവർ തങ്ങളുടെ ഓരോ പരിശുദ്ധമായ ആഗ്രഹങ്ങളും ഉടൻ തന്നെ കൈവരിക്കുന്നു. അപുത്രോ വൈഷ്ണവം പുത്രം ലഭതേനാത്ര സംശയ അന്തേ ചൈതന്യ ദേവസ്യ സ്തുതിർഭവതി ശാശ്വതി. മക്കളില്ലാത്ത ഭക്തദമ്പതികൾക്ക് ഈ സ്തോത്രം ജപിക്കുകയാണെങ്കിൽ അവർക്കൊരു നല്ല വൈഷ്ണവപുത്രൻ ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല മരണസമയത്ത് അവർക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നിത്യമായ സ്മരണയുണ്ടാവുകയും ഭഗവാന്റെ നിത്യലീലകളിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഭജ ഗൗരംഗ കഹ ഗൗരംഗ ലഹ ഗൗരംഗര നാമരേ ഭജ ഗൗരംഗ ഭജ ഗൗരംഗ ഭജ ഗൗരംഗര നാമരേ. ഈ വരികള് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. ഗൗരംഗനെ ഭജിക്കൂ, ഗൗരംഗനെ പറ്റി പറയൂ, ഗൗരംഗന്റെ നാമം സ്വീകരിക്കൂ, ഗൗരംഗനെ ആരാധിക്കൂ, ഗൗരംഗ നാമം ഭജിക്കൂ. ഗൗരംഗ 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 എന്ന് ഉറക്കെ വിളിച്ചു പറയൂ. സർവ്വനിയന്ത്രണങ്ങളും മറന്ന് നൃത്തം ചെയ്യൂ. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ ആനന്ദം തുല്യതയില്ലാതാണ്. ഈ ദിവ്യാനന്ദം പരിശുദ്ധവും പോസിറ്റീവും പരമാനന്ദകരവും നിത്യവുമായ ആത്മീയ സുഖമായി ആകുന്നു. ഇത് മായയ്ക്കും അപ്പുറത്താണ്. എന്താ പറയുന്നത്? കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, ഉറക്കെ ഉച്ചത്തിലെ ഗൗരംഗ ഗൗരംഗ എന്ന് പറയുന്നു. അതുകൊണ്ട് എല്ലാവരും ഉറക്കെ ഉച്ചത്തിലെ ഒരു 3 പ്രാവശ്യം ഗൗരംഗ 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 അപ്പൊ കുറച്ച് സമയം കൂടുതലായി. ഇനി ഒരു ചെറിയ കാര്യം കൂടി, ഒരു ഗൗരംഗ അഷ്ടകം ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കിയിട്ട് ക്ലാസ് ഇവിടെ ചുരുക്കാം. ഓക്കെ, അപ്പോ ഒരു മിനിറ്റ് ബാപ്പു തരും ചാൻസിനെ. ഗൗരംഗ എന്റെ പാട്ട് കഴിഞ്ഞിട്ട് പാടും. ലാസ്റ്റ് പഠിക്കാം. ഒരു മിനിറ്റ് കുറച്ചും കൂടി ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓക്കെ, അത് കഴിഞ്ഞിട്ട് പാടിക്കോ. ഓക്കെ, സാർവഭൗമ ഹരേ കൃഷ്ണ. ഓക്കെ, സാർവഭൗമ ഭട്ടാചാര്യ തന്നെ എഴുതിയിട്ടുള്ളതാണ്. മ്യൂട്ടായി പ്രഭുജി. ഓക്കെ, ഗൗരംഗ അഷ്ടകം എന്നുള്ളത് ആ ഈ ഒരു
സർവഭൗമ ഭട്ടാചാര്യർ എഴുതിയിട്ടുള്ള തന്നെയാണ് ഗൗരംഗ അഷ്ടകം എന്നുള്ള പേരിൽ. നമ്മൾ നേരത്തെ സച്ചിസുത അഷ്ടകം കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഗൗരംഗ മഹാപ്രഭുവിനെ കുറിച്ചിട്ട് വിവരിക്കുന്നതാണ് ഈ ഒരു ഇത്. കാണാലോ അല്ലെ? കാണാം പ്രഭുജി. കാണാം പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പോൾ എല്ലാവരും മ്യൂട്ട് ചെയ്യുന്നു. എല്ലാവരും ഇതിന്റെ കൂടെ ചൊല്ലിക്കൊള്ളൂ. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. മലയ സുവാസിത ഭൂഷിത ഗാത്രം മൂർത്തിമനോഹര വിശ്വപവിത്രം പാദനഗരാജിത ലജ്ജിത ചന്ദ്രേ ശുദ്ധ കനക ജയ ഗൗര നമസ്തേ. സഗാത്ര പുലകലോചന പൂർണം ജീവദയാമയ താപവിദീർണം സംഖ്യാജലപതി നാമ സഹസ്രേ ശുദ്ധ കനക ജയ ഗൗര നമസ്തേ. ഹൃദതർജന ഗർജന രംഗേ ലോചന കലിയുഗ പാപ സശങ്കേ പാദരജതാഡിത ദുഷ്ട സമസ്തേ ശുദ്ധ കനക ജയ ഗൗര നമസ്തേ. സിംഹഗമന ജിതി താണ്ഡവ ലീല ദീനദയാമയ താരണശീല അജഭവ പാദനഗ ചന്ദ്രേ ശുദ്ധ കനക ജയ ഗൗര നമസ്തേ. ഗൗരംഗാവൃതമാലതിമാലേ മേരുവിലംബിത ഗംഗാധാരേ മന്ദമധുര ഹസഭാസ ചന്ദ്രേ ശുദ്ധ കനക ജയ ഗൗര നമസ്തേ. ഫൽഗു വിരാജിത ചന്ദന പാല കുങ്കുമരാജിത ദേഹ വിശാല ഉമാപതി സേവിത പാദനക ചന്ദ്രേ ശുദ്ധ കനക ജയ ഗൗര നമസ്തേ. ഭക്തി പരാധീന സാന്തക വേഷം ഗമന സുനർത്തക ഭോഗ വിശേഷ മാലവിരാജിത ദേഹ നമ സമസ്തേ ശുദ്ധ കനക ജയ ഗൗര നമസ്തേ. ഭോഗ വിരക്തി സന്യാസി വേഷേ ശിഖാമോചന ലോക പ്രവേശ ഭക്തി വിരക്തി പ്രവർത്തക ചിത്ത ശുദ്ധ കനക ജയ ഗൗര നമസ്തേ. ശുദ്ധ കനക ജയ ഗൗര നമസ്തേ. ശുദ്ധ കനക ജയ ഗൗര നമസ്തേ. ഇതിന്റെ മീനിങ് കൂടി നോക്കാം. ചന്ദ്രലേപത്താൽ സുശോഭിതമായ തിരുമേനിയും മനോഹരമായ വസ്ത്രധാരണവും കൊണ്ട് അവിടുത്തെ ഈ മോഹന രൂപം പ്രപഞ്ചത്തെ മുഴുവൻ പരിശുദ്ധമാക്കുന്നു. ചന്ദ്രനേക്കാൾ ശോഭയാർന്ന നഖകാന്തിയാൽ വിളങ്ങുന്ന ഹേ ഗൗരംഗ പ്രഭു, അവിടുന്ന് ജയിച്ചരുളിയാലും സ്വർണ്ണ ശോഭയാർന്ന ആ പരമപുരുഷന് എന്റെ പ്രണാമങ്ങൾ. സംസാര സാഗരത്തിൽ കഷ്ടപ്പെടുന്ന ജീവാത്മാക്കളെ ഉദ്ധരിക്കുവാനായി കരുണയോടെ നാമജപം നടത്തുന്ന അവിടുത്തെ നേത്രങ്ങൾ ഭക്തി പാരവശ്യത്താൽ അശ്രുപൂർണമാണ്. ആനന്ദാധിക്യത്താൽ അവിടുത്തെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന കാരുണ്യത്തിന്റെ പ്രതീകമായ കൂടിനാമങ്ങൾ ജപിക്കുന്ന ഹേ ഗൗരംഗ പ്രഭു, അവിടുന്ന് ജയിച്ചരുളിയാലും സുവർണ ശോഭയാർന്ന ആ പരമപുരുഷൻ എന്റെ പ്രണാമങ്ങൾ. അവിടുത്തെ ആനന്ദ നൃത്തവും സിംഹഗർജനം പോലെയുള്ള നാമഘോഷവും കണ്ട് പ്രകൃതി പോലും സ്തംഭിച്ചു പോകുന്ന കലിയുഗത്തിലെ പാപികൾക്ക് അവിടുന്ന് ഭയമേകുമ്പോൾ അവിടുത്തെ ചരണാരവിന്ദങ്ങളിലെ ധൂളികൾ അപരാധികളെ ശുദ്ധീകരിക്കുന്നു. ഹേ ഗൗരംഗ പ്രഭു, അവിടുന്ന് ജയിച്ചരുളിയാൽ സുവർണ ശോഭയാർന്ന ആ പരമപുരുഷൻ എന്റെ പ്രണാമങ്ങൾ. വന്യമൃഗങ്ങളെ പോലും ഭക്തിയുടെ നൃത്തച്ചുവടുകളിൽ ലയിപ്പിക്കുന്ന അവിടുത്തെ ലീലകൾ ബ്രഹ്മദേവനെയും ഭഗവാൻ ശിവനെയും വിസ്മയിപ്പിക്കുന്നു. അവർ പോലും അവിടുത്തെ തിരുനഖകാന്തിയെ വണങ്ങുന്നു. പതിതപാവനായ ഹേ ഗൗരംഗ പ്രഭു, അവിടുന്ന് ജയിച്ചരുളിയാലും സുവർണ ശോഭയാർന്ന ആ പരമപുരുഷന്റെ പ്രണാമങ്ങൾ. ഗംഗാനദിയെ മേരുപർവ്വതം ആവരണം ചെയ്യുന്നത് പോലെ ഗൗരഹരി മാലതി പുഷ്പത്തെ ആലിംഗനം ചെയ്യുന്നു. ശ്ലോകങ്ങൾക്കിടയിൽ പുഞ്ചിരി തൂകുന്ന അവിടുത്തെ പൂർണ്ണചന്ദ്ര തുല്യമായ മുഖകമലം അതിമനോഹരമാണ്. ഹേ ഗൗരംഗ പ്രഭു, അവിടുന്ന് ജയിച്ചരുളിയാലും സുവർണ ശോഭയാർന്ന ആ പരമപുരുഷന്റെ പ്രണാമങ്ങൾ. രക്തചന്ദന കുറിയാൽ തിളങ്ങുന്ന നെറ്റിത്തടവും കാവ്യവസ്ത്രത്താൽ പ്രഭാപൂരിതമായ തിരുമേനിയും അവിടുന്നുണ്ട്. ഭക്തനായ ഭഗവാൻ ശിവനാൽ സേവിക്കപ്പെടുന്ന അവിടുത്തെ പാദരത്നങ്ങൾ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു. ഹേ ഗൗരവ പ്രഭു, അവിടുന്ന് ജയിച്ചരുളിയാലും സുവർണ ശോഭയാർന്ന ആ പരമപുരുഷന്റെ പ്രണാമങ്ങൾ. ഭക്തിപൂർവം അവിടുത്തെ ശരണം പ്രാപിക്കുന്നതിൽ ശാന്തി കുടികൊള്ളുന്നു. ഭക്തിപൂർവം അവിടുത്തെ ശരണം പ്രാപിക്കുന്നവരിൽ ശാന്തി കുടികൊള്ളുന്നു. വനമാലകളാൽ അലങ്കൃതമായ അവിടുത്തെ രൂപം മനോഹരമായ നൃത്തച്ചുവടുകളാൽ ഭക്ത മനസ്സുകളെ കീഴടക്കും. ഹേ ഗൗരംഗ പ്രഭു, അവിടുന്ന് ജയിച്ചരുളിയാലും സുവർണ ശോഭയാർന്ന ആ പരമപുരുഷന്റെ പ്രണാമങ്ങൾ. സന്യാസധർമ്മം സ്വീകരിച്ച് ഭൗതിക സുഖങ്ങൾ ഉപേക്ഷിച്ച് അവിടുത്തെ മുണ്ടനം ചെയ്ത ശിരസ് ഭക്തിയുടെയും പരമപ്രേമത്തിന്റെയും പ്രതീകമാണ്. തീവ്രമായ ഹരിഭക്തിയാൽ പ്രേരിതനായ ഹേ ഗൗരംഗ പ്രഭു, അവിടുന്ന് ജയിച്ചരുളിയാലും സുവർണ ശോഭയാർന്ന ആ പരമപുരുഷന്റെ പ്രണാമങ്ങൾ. ഇതാണ് ഗൗരംഗ അഷ്ടകം.
അപ്പൊ ഇന്നത്തെ ദിവസം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ എല്ലാ കാരുണ്യവും ലഭിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ഭഗവാന്റെ നാമം ജപിക്കും, മറ്റുള്ള ഭക്തി സേവനങ്ങൾ അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യാം. ശ്രീ ചൈതന്യ മഹാപ്രഭു അത്രയും കാരുണ്യവാനാണ് അല്ലെ. ഏറ്റവും പതീതരായിരിക്കുന്നവരോടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ആദ്യം കാരുണ്യം കാണിക്കുക അല്ലെ. അതുകൊണ്ടാണ് നരോത്തമദാസ് ഠാക്കൂർ ഒക്കെ പറയുന്നത് അല്ലെ, ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ദയാകരം. ഏറ്റവും കീർത്തനത്തിൽ പറയുന്നു, ഏറ്റവും പതീതനായിരിക്കുന്നത് ഞാനാണ്, എന്നെ ആദ്യം ഉദ്ധരിക്കുവാനായിട്ട് പറയുന്നു അല്ലെ. അപ്പൊ നമുക്കും ഇന്നത്തെ ദിവസം ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട് പ്രാർത്ഥിക്കാം, നമ്മളാണ് ഏറ്റവും പതീതനായിരിക്കുന്ന ആള് അല്ലെ. അതുകൊണ്ട് ഞങ്ങളെ ആദ്യം ഉദ്ധരിക്കണമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട് ഒക്കെ പ്രാർത്ഥിക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഇന്ന് എടുത്ത ഭാഗങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങൾ കയ്യെത്താം, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ക്ലാസ് പിടിച്ചെടുക്കാം. കുറച്ച് കൂടുതൽ സമയമെടുത്തു. അത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ 108 നാമങ്ങളും അത് ചൊല്ലാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ ഇതൊക്കെ ശുദ്ധഭക്തി എന്നുള്ള അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മായാപുരി ധാമിൽ തന്നെയുള്ള ഭഗവാന്റെ ഭക്തനുണ്ട്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഭക്തന്മാരൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇത്. നമുക്കൊക്കെ ഇങ്ങനെയുള്ള ഭഗവാന്റെ ലീലകളൊക്കെ വായിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നത്. അദ്ദേഹത്തിനും നന്ദി പറയും. നമോ നന്നായ കൃഷ്ണ ചൈതന്യ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചിട്ടുള്ള പ്രണാമമന്ത്രം ചൊല്ലണം നേരത്തെ പറയുന്നുണ്ടായിരുന്നു ക്ലാസിന്റെ ഇടയിൽ. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, എല്ലാവരോടും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ജഗന്നാഥ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജഗന്നാഥ, ഹരേ കൃഷ്ണ